ആരാണ് ഹിന്ദുവിന്റെ ശത്രു എന്ന് തിരിച്ചറിഞ്ഞേ പറ്റൂ. ശത്രു ആരെന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ശത്രുവിനെ ഇല്ലാതാക്കാൻ സാധിക്കുകയുള്ളൂ. ശത്രുവിനെ ഇല്ലാതാക്കിയാൽ മാത്രമേ നമുക്ക് നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ. നിലനിൽക്കണോ നശിക്കണോ എന്നുള്ളതാണ് ചോദ്യം. നിലനിൽക്കണമെങ്കിൽ നമ്മെ ഇല്ലാതാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന, ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ശത്രു ആരാണ്? ആരുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഈ അവസ്ഥ ഹിന്ദുക്കൾക്കുണ്ടായത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. സ്വാതന്ത്ര്യ സമരത്തിന്റെ സമയത്ത് അന്ന് ദേശീയ പ്രസ്ഥാനം, എല്ലാവരും അണിനിരന്ന ദേശീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്. കോൺഗ്രസ് നമ്മളോട്, ജനങ്ങളോട്, രാജ്യത്തോട്, ലോകത്തോട് പറഞ്ഞ വാഗ്ദാനം, ഞങ്ങളൊരു മതേതര സംഘടനയാണ്. ഇത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും എല്ലാവർക്കും വേണ്ടിയുള്ള പ്രസ്ഥാനമാണ്. നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് സ്വാതന്ത്ര്യ സമരമാണ്. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ സമരം നടത്തിയത്. ആ സമരത്തിന്റെ പല ഘട്ടങ്ങളിലും, പ്രത്യേകിച്ച് 1921 ഖിലാഫത്തിന്റെ സമരം, അത് കോൺഗ്രസ് നടത്തിയ ഒരു സമരമായിരുന്നു. ആ ഖിലാഫത്ത് എന്തിനു വേണ്ടി നടത്തിയാണെന്നൊക്കെ നമ്മൾക്കറിയാം. തുർക്കിയിലെ രാജ്യഭ്രഷ്ടനാക്കപ്പെട്ട ആളെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് തുടങ്ങിയ, മുസ്ലിങ്ങൾ തുടങ്ങിയ സമരമാണ് ഖിലാഫത്ത്, ഖലീഫയെ പുനഃസ്ഥാപിക്കാൻ. അങ്ങനെ ആരംഭിച്ച ആ സമരം, മുസ്ലിങ്ങൾ ഇവിടെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുപ്പിക്കാൻ അവരുടെ മതപരമായ ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട് ലോകവ്യാപകമായി മുസ്ലിങ്ങൾ ആഗോളതലത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഖിലാഫത്ത് സമരം കോൺഗ്രസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കോൺഗ്രസിന്റെ പിന്നിൽ ഇന്ത്യയിലെ മുസ്ലിങ്ങൾ അണിനിരക്കും എന്ന് കണക്കുകൂട്ടിയിട്ടാണ് കോൺഗ്രസ് ഖിലാഫത്ത് സമരം ഏറ്റെടുക്കുന്നത്. ആ ഖിലാഫത്ത് സമരം നമ്മുടെ മലബാറിൽ, ഏറനാട്ടിൽ, വള്ളുവനാട്ടിലൊക്കെ എങ്ങനെയാണ് തിരിഞ്ഞുപോയത് എന്ന അനുഭവമാണ് നമ്മുടെ മുമ്പിലുണ്ട്. 10,000-ത്തിലധികം ഹിന്ദുക്കളെയാണ് കൂട്ടക്കൊല ചെയ്യുന്നത് മുസ്ലിങ്ങൾ. ബ്രിട്ടീഷുകാരാണ് അവരുടെ ഖലീഫയെ പുറത്താക്കിയത്. തുർക്കിയിലാണ് സംഭവം. സമരം അവർക്കെതിരായിട്ടാണ്, പക്ഷെ കൊന്നത് ഹിന്ദുവിനാണ്. ബലാത്സംഗം ചെയ്ത് ഹിന്ദു പെൺകുട്ടികളെയാണ്, തകർത്തത് ഹിന്ദു ക്ഷേത്രങ്ങളാണ്, നിരാലംബരാക്കപ്പെട്ടത്, ആട്ടിയോടിക്കപ്പെട്ടത്, അഭയാർത്ഥികളാക്കിയത് ഹിന്ദുക്കളെയാണ്. 50,000 ഹിന്ദുക്കളെയാണ് അഭയാർത്ഥികളാക്കിയത്. കോഴിക്കോടൊക്കെ പോയി അഭയാർത്ഥി ക്യാമ്പിൽ താമസിച്ചത് കോൺഗ്രസ് നടത്തിയ സമരമായിരുന്നു. ആ സമരം ജിഹാദികളുടെ കയ്യിലേക്ക് ഇട്ടുകൊടുത്തു. അവര് ഹിന്ദു വംശഹത്യ നടത്തി. മലബാറിൽ, ഏറനാട്ടിൽ, വള്ളുവനാട്ടിലൊക്കെ ക്രൂര മുഹമ്മദർ ചിന്തിയ ഹൈന്ദവ ചോരയാൽ വാർന്നെഴും ഏറനാട്ടിൽ എന്ന് തുടങ്ങിയിട്ട് ദുരവസ്ഥ എന്നൊരു കൃതി കുമാരനാശാൻ എഴുതിയിട്ടുണ്ട്. അമ്മമാരില്ലേ, സഹോദരിമാരില്ലേ, ഇമ്മൂർക്കർക്ക് ഈശ്വര ചിന്തയല്ലേ, അന്ധ മതമെന്ന് ഓതുന്നല്ലോ ഇവർ എന്ന് ആ ദുരവസ്ഥയിൽ കുമാരനാശാൻ, മഹാകവി കുമാരനാശാൻ പറയുന്നു. മഹാത്മാഗാന്ധിജിയും അംബേദ്കറും സർദാർ വല്ലഭായ് പട്ടേലും അന്നത്തെ ദേശീയ സ്വാതന്ത്ര്യ സമര നേതാക്കന്മാരെല്ലാവരും അവിടെ നടന്ന കിരാതമായ നടപടികളെ പിന്നീട് അപലപിച്ചു. ശരിയാണ്. പക്ഷേ നഷ്ടപ്പെട്ട ഹിന്ദുവിന് ആരെങ്കിലും സഹായത്തിന് വേണ്ടി എത്തിയോ? ഈ എരുതിയിലേക്ക് വലിച്ചെറിഞ്ഞെടുത്ത കോൺഗ്രസുകാർ എവിടെയും കണ്ടോ? ഖിലാഫത്ത് കമ്മിറ്റിയുടെ സെക്രട്ടറി ആയിരുന്നു കെ മാധവൻ നായർ, KPCC സെക്രട്ടറി ആയിരുന്നു. അവസാനം ജിഹാദികൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയിട്ട് അദ്ദേഹത്തെയും ഭീഷണിപ്പെടുത്തി. എന്തെങ്കിലും പ്രതികരണം ഉണ്ടായോ? ഹിന്ദുവിനെ രക്ഷിക്കാൻ ഇവരാരെങ്കിലും വന്നോ? സമരത്തിന് നേതൃത്വം കൊടുത്ത കോൺഗ്രസുകാരെ പിന്നെ കണ്ടോ? എല്ലാം ഓടി ഒളിച്ചു. ഹിന്ദുക്കളെ കൂട്ടക്കൊരുതിക്ക് തള്ളി വിട്ടുകൊണ്ട് അവരെല്ലാം ഓടി ഒളിക്കുകയായിരുന്നു. പക്ഷെ കോൺഗ്രസ് പറഞ്ഞു, ഞങ്ങൾ മതേതരത്വം സംരക്ഷിക്കുന്നവരാണ്, ഞങ്ങൾ മതേതരവാദികളാണ്, നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കണം. അപ്പൊ മുസ്ലിം ലീഗ് പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ രാജ്യം വേണം. ദ്വിരാഷ്ട്രവാദം എന്നത് അങ്ങനെയാണ് വരുന്നത്. ഇന്ത്യ 2 രാഷ്ട്രമാണ്. ഹിന്ദുക്കൾക്ക് വേറെ രാഷ്ട്രമാണ്, ഞങ്ങൾക്ക് ഹിന്ദുക്കളുടെ കൂടെ കഴിയാൻ പറ്റില്ല, മുസ്ലിങ്ങൾക്ക് വേറെ രാഷ്ട്രം വേണം എന്ന് പറഞ്ഞ് ദ്വിരാഷ്ട്രവാദം ഉന്നയിച്ചു. മുഹമ്മദ് അലി ജിന്ന ആരംഭിച്ച ദ്വിരാഷ്ട്രവാദം ശക്തമായി.
എന്താണ് കോൺഗ്രസ് ഇവിടുത്തെ ഹിന്ദുക്കളോട് പറഞ്ഞത്? ഗാന്ധിജി, മഹാത്മാഗാന്ധിജി പറഞ്ഞത് ചരിത്രരേഖകളാണല്ലോ. എന്റെ ശവശരീരത്തിൽ ചവിട്ടി മാത്രമേ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ ഞാൻ സമ്മതിക്കൂ. ഇംപോസിബിൾ എന്നാണ് ജവഹർലാൽ നെഹ്റു പറഞ്ഞത്. ഒരിക്കലും നടക്കില്ല, അസാധ്യമാണ് എന്നായിരുന്നു ഹിന്ദുക്കളെ പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. പക്ഷെ 1947 ആഗസ്റ്റ് മാസം 15-ാം തീയതി നേരം പുലരുമ്പോ എന്താ സംഭവിച്ചത്? അതിന്റെ ഒരാഴ്ച മുമ്പ് ജിന്നയുടെ നേതൃത്വത്തിൽ മുസ്ലിങ്ങളും ജവഹർലാൽ നെഹ്റുവിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസുകാരും മൗണ്ട്ബാറ്റനെ പോലുള്ള ഉദ്യോഗസ്ഥന്മാരുമെല്ലാം വലിയൊരു മേശക്ക് ചുറ്റുമിരുന്ന് ഭാരതത്തിന്റെ അഖണ്ഡ ഭാരതത്തിന്റെ ഭൂപടം ആ മേശമേലെ വിരിച്ച് ഹിമാലയം തൊട്ട് അങ്ങനെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഭാരതത്തെ അങ്ങനെ ഒരു ചുവന്ന മഷി കൊണ്ട് ആ ഭൂപടത്തിലൂടെ വരച്ച് 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 ഈ രണ്ട് രാഷ്ട്രമാക്കി മാറ്റാനുള്ള രേഖ വരയ്ക്കുകയാണ്. ചിലയിടത്തെത്തുമ്പോ തർക്കമുണ്ട്, അപ്പൊ അപ്പുറത്തേക്കാവും, ഞങ്ങൾക്ക് വേണമെന്ന് അവർ പറയും, അപ്പുറത്തേക്കാവും, അങ്ങനെ തർക്കിച്ച് മുന്നോട്ട് പോയാൽ ആഗസ്റ്റ് മാസം 13-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഏകദേശം രേഖ പൂർത്തിയാവുകയാണ്. അവസാനം ജിന്ന വീണ്ടും മുടക്കുകയാണ്. വീണ്ടും മുടക്കിയിട്ട് പറഞ്ഞൊരു കാര്യം, മുസ്ലിങ്ങളുടെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് ഇത്രയും ഭൂമി തന്നിരിക്കുന്നത്. പക്ഷെ അവിടെ ഹിന്ദുക്കളുണ്ട് ആ പ്രദേശത്ത്, അവർക്ക് അവകാശപ്പെട്ട ഭൂമിയും കൂടി തരണം എന്ന് പറഞ്ഞു. അപ്പൊ കോൺഗ്രസുകാർ നെഹ്റു ഒക്കെ പറഞ്ഞു അതിന്റെ ആവശ്യമില്ലല്ലോ, ഇപ്പുറത്ത് മുസ്ലിങ്ങളുണ്ടല്ലോ, മുസ്ലിങ്ങൾക്ക് ഞങ്ങൾ പ്രത്യേക ഭൂമിയൊന്നും ചോദിച്ചില്ലല്ലോ. ജിന്ന പറഞ്ഞത് അതൊക്കെ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്നൊരു പുസ്തകമുണ്ട്, ആ പുസ്തകം ഒന്ന് വായിച്ചു നോക്കണം. ജിന്ന പറഞ്ഞത് ലാരി കോളിൻസും ഡൊമിനിക് ക്ലാപ്പിയറും എഴുതിയ ചരിത്രരേഖകൾ വെച്ച് എഴുതിയ പുസ്തകമാണ്. ജിന്ന പറഞ്ഞത് ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ കാര്യം ഞങ്ങൾക്ക് നോക്കേണ്ട കാര്യമില്ലെന്ന്. അവസാനം ജിന്നയുടെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ആസാമിലെ 2 ജില്ലയും പഞ്ചാബിലെ 2 ജില്ലയും ബംഗാളിലെ 2 ജില്ലയും കൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾക്ക് വേണ്ടി അതിർത്തി വരച്ചത് മാറ്റി വരച്ചിട്ട് 6 ജില്ലയും കൂടി അപ്പുറത്തെ കൊടുത്തു. ഇന്നത്തെ പോലത്തെ ചെറിയ ജില്ലയല്ല, വലിയ ജില്ലയാണ്. ആ ജില്ലയും കൂടി പാകിസ്ഥാനിൽ പെട്ടുപോയ ഹിന്ദുക്കൾക്ക് വേണ്ടി കണക്ക് പറഞ്ഞ് വാങ്ങി പാകിസ്ഥാന് വേണ്ടി മുഹമ്മദ് അലി ജിന്ന. ഇന്ത്യയിൽ ഇപ്പോൾ അവശേഷിക്കുന്ന പാകിസ്ഥാനിൽ പോകാതെ പാകിസ്ഥാന് വേണ്ടി വാദിച്ച, പാകിസ്ഥാന് വേണ്ടി പോരാടിയ, പാകിസ്ഥാന് വേണ്ടി സമരം ചെയ്ത, മുദ്രാവാക്യം പിടിച്ച മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്നാൽ പിന്നെ ഭൂമി വേണമെന്ന് ഇവിടുത്തെ കോൺഗ്രസുകാർ മിണ്ടിയോ? ജിന്നയുടെ മുമ്പിൽ പഞ്ചപുച്ഛമടക്കിയ നെഹ്റുവാദികളായ കോൺഗ്രസുകാർ ഒരക്ഷരം മിണ്ടിയില്ല. പാകിസ്ഥാനിൽപ്പെട്ട ഹിന്ദുക്കൾക്ക് വേണ്ടി അവർ ചോദിച്ച ജില്ലകൾ വിട്ടുകൊടുക്കുകയും ചെയ്തു. അതായത് അന്നത്തെ കണക്ക് പ്രകാരം ഇന്ത്യയിൽ അവശേഷിച്ച ഒരൊറ്റ മുസ്ലിമിനും ഒരു തുണ്ട് ഭൂമിക്കും ഈ രാജ്യത്ത് അധികാരമില്ല, അവകാശമില്ല. മറിച്ച് അപ്പുറത്ത് പാകിസ്ഥാനിൽപ്പെട്ട ന്യൂനപക്ഷങ്ങൾക്ക്, ഹിന്ദുക്കൾക്ക്, അവർക്ക് അവിടെയുള്ള മുസ്ലിങ്ങൾക്കുള്ള അതേ അവകാശമുണ്ട്. പാകിസ്ഥാൻ നേതാക്കന്മാർ ഇന്ത്യയിൽ നിന്ന് കണക്ക് പറഞ്ഞ്, അവകാശം പറഞ്ഞ് അവരുടെയും തലയെണ്ണിയിട്ട് ഭൂമി വാങ്ങിയിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. എന്നിട്ട് 47 ആഗസ്റ്റ് മാസം 14-ാം തീയതി അർദ്ധരാത്രി എല്ലാവരും ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഈ ഭാരതം രണ്ടായി മുറിയുകയാണ്. അതായത് ഇന്ന് പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ കഴിയുന്ന ഹിന്ദുക്കൾ 47 ആഗസ്റ്റ് മാസം 14-ാം തീയതി അവർ ഇന്ത്യയിലാണ് ഉറങ്ങിയത്. പക്ഷെ 15-ാം തീയതി പുലർന്നപ്പോ എഴുന്നേറ്റപ്പോ അവർ പാകിസ്ഥാനിലായി. അവർ ഉറങ്ങിയത് ഇന്ത്യയിലാണ്, എഴുന്നേറ്റപ്പോൾ അവർ പാകിസ്ഥാനിലായി. അവരെ പാകിസ്ഥാനിലാക്കിയത് അവരോട് ചോദിച്ചിട്ടാണോ? അവരാവശ്യപ്പെട്ടിട്ടാണോ?
ഇവിടെ ഈ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി കസേര രണ്ട് പ്രധാനമന്ത്രി സ്ഥാനമില്ല, ഒന്നേ ഉള്ളൂ. ജിന്നക്കും പ്രധാനമന്ത്രിയാണ്, നെഹ്റുവിനും പ്രധാനമന്ത്രിയാണ്. അവരതുകൊണ്ട് രണ്ട് കസേര ഉണ്ടാക്കാൻ ഈ രാജ്യത്തെ വെട്ടിമുറിച്ച് രണ്ട് രാജ്യമാക്കി. അവരുടെ അധികാരാർത്ഥിക്ക് വേണ്ടി, കോൺഗ്രസിന്റെ അധികാരാർത്ഥിക്ക് വേണ്ടി, മുസ്ലിം ലീഗിന്റെ അധികാരാർത്ഥിക്ക് വേണ്ടി ഈ മാതൃഭൂമിയെ, അമ്മയെ വെട്ടിമുറിച്ചപ്പോ അപ്പുറത്തേക്ക് മാറ്റപ്പെട്ട ആളുകൾ അവരവരുടെ അനുവാദത്തോടുകൂടി, ആഗ്രഹപ്രകാരമല്ല അവരാ രാജ്യത്ത് പെട്ടുപോയത്. അവരുടെ ദുര്യോഗമായിരുന്നു അത്. അതിവിടത്തെ ഹിന്ദുക്കളെ പറഞ്ഞു പറ്റിച്ച കോൺഗ്രസുകാരുടെ എക്കാലത്തെയും വഞ്ചനയുടെ ഭാഗമായാണ് അവരാ രാജ്യത്ത് പെട്ടുപോയത്. അങ്ങനെ ആ രാജ്യത്ത് പെട്ടുപോയ ആളുകൾ അവരങ്ങനെ വെറുതെ പോയി ഓശാരത്തിന് പോയതൊന്നല്ല, അവരുടെയും കൂടി ഭൂമി ചോദിച്ചു വാങ്ങിയാണ് ആ രാജ്യത്ത് അവരെ നിലനിർത്തി, അവരെ സംരക്ഷിക്കേണ്ടിയിരുന്നു. ഇവിടെ എന്തായി? ഇവിടെ നമ്മുടെ പുരോഗമന മതേതര സാർവലൗകിക അന്താരാഷ്ട്ര നേതാക്കന്മാരാണല്ലോ ഇവിടുത്തെ ഭരണകർത്താക്കൾ, നെഹ്റു ഒക്കെ. അപ്പൊ ഇവിടെ ആദ്യം തന്നെ തീരുമാനിച്ചു ഇന്ത്യ ഒരു മതേതര രാജ്യമായിരിക്കും. കണക്ക് പറഞ്ഞ് അധിക ഓഹരിയും വാങ്ങി തങ്ങളുടെ ഭൂഭാഗം കൈവശപ്പെടുത്തി അവരെന്ത് ചെയ്തു? അവരവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അവകാശങ്ങൾ കൊടുത്തോ? അവരെ സംരക്ഷിക്കാനുള്ള വകുപ്പുകൾ എന്തെങ്കിലും ചെയ്തോ? ആ ഹിന്ദുക്കളെ കുറിച്ച് ഇവിടുത്തെ നേതാക്കന്മാർ മിണ്ടിയോ? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്, പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത്, അന്നത്തെ പാകിസ്ഥാൻ രൂപീകരിക്കുന്ന സമയത്ത് 13% ഹിന്ദുക്കൾ അവിടെ ഉണ്ടായിരുന്നു. അവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. ക്ഷമിക്കണം, 18% ഹിന്ദുക്കൾ ഉണ്ട്, അവരെ കുറിച്ച് ഒരക്ഷരം മിണ്ടിയില്ല. അവർക്ക് ന്യൂനപക്ഷമായതുകൊണ്ട് അവർക്ക് അവകാശങ്ങൾ എന്തെങ്കിലും കൊടുക്കണമെന്ന് ബൗദ്ധന്മാരുണ്ട്, ജൈനന്മാരുണ്ട്, പാഴ്സികളുണ്ട്, സിഖുകാരുണ്ട്, ക്രിസ്തവരുണ്ട്. അവരുടെ കാര്യമൊന്നും മിണ്ടിയില്ല. ജിന്നയുടെ നേതൃത്വത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു അവകാശവും അനുവദിക്കാതെ അവരൊരു ഇസ്ലാമിക രാജ്യമായി മുന്നേറി. ഇപ്പുറത്തെ കഷ്ണം മതേതരമാക്കി. മതേതരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താ മതേതരം എന്ന് പറഞ്ഞാൽ? മതേതരത്വത്തെ കുറിച്ച് ഇവിടെ വായിട്ട് അലക്കുന്നുണ്ടല്ലോ കുറെ ആളുകൾ. ഇപ്പൊ ഇവിടെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നപ്പോ മതേതരത്വം ജയിച്ചു എന്ന് പറഞ്ഞ് ഇവിടുന്ന് പോയ ആള്, അതായത് കേരള നിയമസഭയിലെ ആദ്യത്തെ SDPയുടെ അംഗം ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തല്ലോ. ഇന്ന് സത്യപ്രതിജ്ഞ കഴിഞ്ഞല്ലോ. അപ്പൊ മതേതരത്വം ജയിച്ചു എന്നാ പറഞ്ഞത്. എന്താ മതേതരത്വം എന്ന് പറഞ്ഞാൽ? കോൺഗ്രസിന്റെ മതേതരത്വം എന്ന് പറഞ്ഞാൽ ഹിന്ദുക്കളെ ചവിട്ടി താത്തുക എന്നുള്ളതാണ് മതേതരത്വം. മുസ്ലിങ്ങൾക്ക് നക്കി കൊടുക്കുക എന്നുള്ളതാണ് അവരുടെ ഭാഷയിലെ മതേതരത്വം. അതാണ് മതേതരത്വം. അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ എഴുതി വെച്ചെന്താ? ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. എന്താ ഭരണഘടനയുടെ ആമുഖത്തിൽ പറയുന്നത്? നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുടെ കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട് നാളെയും മറ്റന്നാളൊക്കെ പാർലമെന്റിൽ, രാജ്യസഭയിലും അതുപോലെ തന്നെ ലോക്സഭയിലുമൊക്കെ. അവിടെ ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കപ്പെടും. എന്താ ആമുഖത്തിൽ പറയുന്നത്? ആമുഖത്തിൽ പറയുന്നത് സമത്വമാണ്. ഭാരതത്തിലെ എല്ലാ പൗരന്മാരോടും ഈ ഭരണഘടന സമാദരവോടുകൂടി പെരുമാറും. സമത്വമാണ് ആദർശം, സമത്വമാണ് ആശയം. എന്ത് മനോഹരമായ ആശയമാണ് ഭരണഘടനയുടെ ആമുഖത്തിൽ എഴുതി വെച്ചിരിക്കുന്നത്. എന്നിട്ട് അതേ ഭരണഘടനയിൽ 15-ാം വകുപ്പിൽ ഇത് പറയുമ്പോ 25-ാം വകുപ്പ് എത്തുമ്പോഴത്തേക്ക് കോൺഗ്രസുകാരുടെ തനി നിറം വെളിച്ചത് വരികയാണ്. ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകമായ അവകാശങ്ങൾ വരികയാണ്. എന്ത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേക അവകാശം? ഭരണഘടന എല്ലാവരും ഒരുപോലെയാണ് കാണുന്നതെങ്കിൽ ഇവിടെ മുസ്ലിങ്ങൾക്ക് എന്താ പ്രത്യേക അവകാശം? ജസ്റ്റിസ് KT തോമസ് പറഞ്ഞൊരു കാര്യമുണ്ട്. ന്യൂനപക്ഷം ഒരാളെ കണക്കാക്കണമെങ്കിൽ അവർക്ക് ന്യൂനതകൾ എന്തെങ്കിലും ഉണ്ടായിരിക്കണം. ആ ന്യൂനതകളുള്ള ആളുകളെയാണ് ന്യൂനപക്ഷം കണക്കാക്കേണ്ടത്. ഇവിടെ ഹിന്ദുവിനില്ലാത്ത എന്ത് ന്യൂനതയാണ് ഇവിടെ മുസ്ലിമിനുള്ളത്? പറയണം. ഒരു
ചെറിയ ന്യൂനത അവര് ബോധപൂർവ്വം ഉണ്ടാക്കി വെച്ച ഒരു ന്യൂനതയുണ്ട്. അക്കാര്യം നമ്മൾ ഉത്തരവാദിയല്ല. ബാക്കി എന്ത് ന്യൂനതയുള്ളത് എന്ന് പറയണം. ഹിന്ദുവിന് ഇല്ലാത്ത എന്ത് പരാധീനതയുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇവിടെ ഹിന്ദുവിന്റെ അവസ്ഥ എന്താണ്? ഈ നാട്ടിൽ ഹിന്ദുവിന്റെ അവസ്ഥ, ഇവിടുത്തെ വ്യാവസായിക രംഗത്ത്, കച്ചവടത്തിന്റെ രംഗത്ത്, സാമ്പത്തിക രംഗത്ത്, വരുമാനത്തിന്റെ രംഗത്ത് ഇവിടെ എല്ലാവരും അംബാനിമാരും അദാനിമാരാണല്ലോ ഈ നാട്ടിലുള്ളത്. ഹിന്ദുക്കൾ എല്ലാവരും, മുസ്ലിങ്ങൾ എല്ലാവരും നശിച്ച് മൈറാണക്കല്ല് കൊണ്ടിയവരാണല്ലോ. എന്താ മാനദണ്ഡം? മുസ്ലിമായി ജനിച്ചവന് പ്രത്യേക പരിഗണനയും സംവരണവും എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചത് എന്തടിസ്ഥാനത്തിലാണ്? എന്നിട്ട് മലയാളത്തൊന്ന് വീമ്പിളക്കുകയാണ്. ഹിന്ദുവിനെ വഞ്ചിച്ചിട്ട്, ഹിന്ദുവിനെ ചവിട്ടി തേച്ചിട്ട്, ഹിന്ദുവിനെ ഈ നിലയും നരകയാതനയിലേക്ക് തള്ളിവിട്ടിട്ട്, അങ്ങനെ ബംഗ്ലാദേശിലെയും പാകിസ്ഥാനിലെയും ഹിന്ദുക്കളെ, അവശേഷിക്കുന്ന ഹിന്ദുക്കളെ ഈ നിലയിലേക്ക് തള്ളിവിട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് നാറിയ കോൺഗ്രസ് എന്ന്. ആ കോൺഗ്രസ് ആണ് ഈ അവസ്ഥയിൽ ഹിന്ദുക്കളെ തള്ളിവിട്ടത്. പാകിസ്ഥാനിൽ അന്നുണ്ടായിരുന്നത് 1951 കണക്ക് പ്രകാരം 7,51,00,000 ആളുകളാണ് അന്നുണ്ടായിരുന്നത്. ഇന്നത് 24 കോടിയാണ്. മുസ്ലിങ്ങൾ, ഹിന്ദുക്കൾ എല്ലാവരും ചേർന്ന് ഇപ്പൊ 24 കോടിയാണ് അവിടെ ഉള്ളത്. അന്ന് 18% ഉണ്ടായിരുന്ന ഹിന്ദു ഇപ്പോ 2% പാകിസ്ഥാനിൽ. അതായത് പകുതിയായി ഹിന്ദുക്കൾ മാറിയിരിക്കുകയാണ്. പക്ഷെ മുസ്ലിങ്ങൾ 3.5 ഇരട്ടി വർദ്ധിച്ചിരിക്കുകയാണ്. ബംഗ്ലാദേശ് ഉണ്ടാകുന്ന സമയത്ത് 1971 ആകെ 6,84,00,000 ആളുകളാണ് ഉണ്ടായിരുന്നത് ബംഗ്ലാദേശിൽ. അതിൽ ഹിന്ദുക്കൾ 23%. ഇന്നിപ്പോ ഹിന്ദുവിന്റെ ശതമാനം 7.95%. അതായത് 1/3 കുറഞ്ഞിരിക്കുകയാണ്. അവിടുത്തെ ആകെ ജനസംഖ്യ 18 കോടിയുടെ അടുത്താണ് 2023 കണക്കനുസരിച്ച്. അതായത് മുസ്ലിം ജനസംഖ്യ 3 ഇരട്ടി വർദ്ധിച്ചിരിക്കുന്നു, ഹിന്ദു ജനസംഖ്യ 1/3 കുറഞ്ഞിരിക്കുന്നു. ചിത്രം വ്യക്തമാണ്. എന്താ ന്യൂനപക്ഷത്തിന്റെ അവസ്ഥ? ഇവിടത്തെ ന്യൂനപക്ഷ സംരക്ഷണം, ന്യൂനപക്ഷ വേട്ട, ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്നു, ന്യൂനപക്ഷങ്ങൾക്കെതിരെ അസഹിഷ്ണുത, ന്യൂനപക്ഷങ്ങളെ കൊല്ലുന്നു, ന്യൂനപക്ഷങ്ങളെ ആട്ടിയോടിക്കുന്നു, ന്യൂനപക്ഷങ്ങളെ അഭയാർത്ഥികളാക്കുന്നു എന്ന് രാമാനം പുറത്ത് കയറി ന്യൂനപക്ഷം എന്ന് പറയുന്ന ആളുകൾ മറുപടി പറയണം. എന്തുകൊണ്ടാണ് നിങ്ങൾ ഉണ്ടാക്കിയ പാകിസ്ഥാനിലെയും ബംഗ്ലാദേശിലെയും ന്യൂനപക്ഷത്തിന് ഈ ദുർഗതി വന്ന് അന്നുണ്ടായിരുന്ന ജനസംഖ്യ അവിടുത്തെ മുസ്ലിങ്ങൾ സ്നേഹിച്ച് നക്കി തുടച്ച് അവിടുത്തെ ഹിന്ദുക്കൾ ഇതുപോലെ 3/1 10/1 കുറഞ്ഞു പോയത് എന്തുകൊണ്ടാണെന്ന് പറയണം. ഈ നരകത്തീയിലേക്ക് തള്ളിവിട്ട ആളുകൾ ഇപ്പൊ കൈ കഴുകിയല്ലേ? ഒരക്ഷരമുണ്ടോ മിണ്ടുന്നോ? 4 ദിവസം അദാനി എന്ന് വിളിച്ചു പറയായിരുന്നു പാർലമെന്റിൽ. ഇംഗ്ലണ്ടിലെ പാർലമെന്റിൽ ലേബർ പാർട്ടിയുടെ എംപിമാരും കൺസർവേറ്റീവ് പാർട്ടിയുടെ എംപിമാരും പ്രതിപക്ഷവും ഭരണപക്ഷവും അതിശക്തമായി ബംഗ്ലാദേശിലെ വംശഹത്യക്കെതിരെ ശബ്ദമുയർത്തി. ഇംഗ്ലണ്ടിൽ ഇന്ത്യയിലെ പ്രതിപക്ഷം എന്ത് ചെയ്തു? അവർ പാർലമെന്റ് നടത്താൻ സമ്മതിക്കുന്നില്ല. അവർക്ക് അദാനിയാണ് വിഷയം. അപ്പൊ ഇന്നലെ വരെ പ്രശ്നമായിരുന്നു. ചർച്ച നടത്തി. ഇന്ന് പോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിഷയം ഉന്നയിക്കുക എന്ന് സ്പീക്കർ ധാരണയാക്കി. ഇന്ന് നമ്മുടെ രാഗ എവിടെയായിരുന്നു? പിങ്കി എവിടെയായിരുന്നു? ഇവർ രണ്ടാരും എവിടെയായിരുന്നു? അവർ പാർലമെന്റിൽ പോയെന്ന്.
ഇന്നവർ പാർലമെന്റിൽ നിന്നില്ല. കാരണം പാർലമെന്റിൽ നിന്നാൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കളുടെ കാര്യം പറയേണ്ടി വരും. അതുകൊണ്ട് നേരെ അവർ വെച്ച് പിടിച്ചു സംബാലിലേക്ക്. UP അതിർത്തിയിൽ വെച്ച് പോലീസിന്റെ അടുത്ത് പോയി നാടകം കളിച്ചു. ആ നാടകം കളിച്ച് തിരിച്ചു വന്നു. എന്നാൽ ഇന്ന് പാർലമെന്റ് പോകണ്ടല്ലോ, ബംഗ്ലാദേശിലെ ഹിന്ദുക്കളെ പറ്റി മിണ്ടണ്ടല്ലോ. മിണ്ടിയാൽ വയനാട്ടിൽ ഇപ്പൊ കുത്തിക്കൊടുത്ത ആളുകളുണ്ടല്ലോ, കയറ്റിക്കൊടുത്ത ആളുകളുണ്ടല്ലോ, ജയിപ്പിച്ച ആളുകളുണ്ടല്ലോ. ആ ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് ആ പീഡനം അനുഭവിക്കുന്ന ആളുകളെ കുറിച്ച് മിണ്ടാൻ പോലുമുള്ള ധൈര്യം കാണിക്കാതെ, അതുകൊണ്ടാണല്ലോ തൃണമൂൽ കോൺഗ്രസ് ഒക്കെ തെറ്റിയത്. അവരിന്നലെ പറഞ്ഞു എന്താ ബംഗ്ലാദേശിനെ കുറിച്ച് മിണ്ടാത്തത്, നിങ്ങളെന്താ അദാനി എന്ന് മാത്രം പറയുന്നത് എന്ന് പറഞ്ഞ് അവർ മാത്രം ഇന്നലെ ഉന്നയിച്ചു. ആരാണ് അവർക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ധാർമ്മികമായി ബാധ്യസ്ഥർ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസ് ആണ്. കാരണം അവിടുത്തെ ഹിന്ദുക്കളെ ഈ നിലയിലാക്കിയത് നെഹ്റുവിനെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കളുടെ ജുഗുപ്സമായ അധികാരാർത്ഥി കൊണ്ട് നരകത്തിയിലേക്ക് തള്ളിയിട്ട കോൺഗ്രസ് ആ ധാർമ്മിക ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടുകയാണ്. തീർന്നില്ല. ബംഗ്ലാദേശ് ആരാ ഉണ്ടാക്കിയത്? പാകിസ്ഥാൻ ഉണ്ടാക്കിയത് കോൺഗ്രസ്. ബംഗ്ലാദേശ് ഉണ്ടാക്കിയതാരാ? ബംഗ്ലാദേശ് ഉണ്ടാക്കിയതും ഇതേ കോൺഗ്രസ് ആണ്. കിഴക്കൻ ബംഗാളും പടിഞ്ഞാറൻ ബംഗാളും തമ്മിൽ, പടിഞ്ഞാറൻ പാകിസ്ഥാനും കിഴക്കൻ പാകിസ്ഥാനും തമ്മിൽ പ്രശ്നമുണ്ടായി. 1971 ബംഗ്ലാ വിമോചന മുന്നണി സമരം നടത്തി. അവർ തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി, അവർ തമ്മിൽ വെടിവെപ്പുണ്ടായി. അന്നത്തെ യഹ്യ ഖാൻ അതുപോലെ പാകിസ്ഥാൻ നേതാക്കൾ പട്ടാളക്കാർക്ക് ഉത്തരവ് കൊടുത്തു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യണമെന്ന്. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിലുള്ള ഇപ്പോഴത്തെ ബംഗ്ലാദേശിലുള്ള സ്ത്രീകളൊക്കെ അതിമാരകമായി ബലാത്സംഗം ചെയ്തു, ഉപദ്രവിച്ചു, പീഡിപ്പിച്ചു. ഇതൊക്കെ പട്ടാളക്കാർ ചെയ്തു. അവർ തമ്മിലടിച്ചോട്ടെ, അവർ നശിച്ചോട്ടെ എന്നും വിചാരിക്കാം. അല്ലെങ്കിൽ ആ പ്രശ്നത്തിൽ ഇടപെട്ട് മാന്യമായ പരിഹാരം ഉണ്ടാക്കാം. ഏതായാലും ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അന്നത്തെ ഗവൺമെന്റ് പ്രശ്നത്തിൽ ഇടപെടാൻ തീരുമാനിച്ചു. ഇന്ത്യൻ പട്ടാളം പ്രശ്നത്തിൽ ഇടപെട്ടു, പാകിസ്ഥാനെ കീഴടക്കി. ധാക്ക വരെ ഇന്ത്യൻ പട്ടാളത്തി. 1 ലക്ഷത്തോളം പട്ടാളക്കാർ ആയുധം താഴെ വെച്ച് ഇന്ത്യൻ സൈന്യത്തിന്റെ മുമ്പിൽ മണ്ണിൽ കമിഴ്ന്നു കിടന്നു. ആ പോരാട്ടത്തിനിടയിൽ 4000 ഭാരതത്തിന്റെ പട്ടാളക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടാണ്. പാകിസ്ഥാൻ അടിയറോ പറഞ്ഞു, ലോക ചരിത്രത്തിൽ ഇത്രയും പട്ടാളക്കാർ ആയുധം വെച്ച് കീഴടങ്ങിയ സംഭവം വേറെ ഉണ്ടായിട്ടില്ല. എന്തൊരു സുവർണാവസരമായിരുന്നത്. പാകിസ്ഥാൻ അപ്പോഴും കൈവശം വെച്ചിരിക്കുന്ന ആസാദ് കാശ്മീരുണ്ട്. ഒരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ആ ആസാദ് കാശ്മീർ പാകിസ്ഥാൻ തരാൻ നിർബന്ധിതമാണ്. കാരണം അവരുടെ മുഴുവൻ നിയന്ത്രണവും നമ്മുടെ കയ്യിലാണ്. നമ്മൾ ആവശ്യപ്പെടുന്ന എന്തോ അവർക്ക് തരേണ്ടി വരും. ഇനി ബംഗ്ലാദേശിലെ ഹിന്ദു ന്യൂനപക്ഷങ്ങൾക്ക് ന്യായമായ അവകാശങ്ങൾ ഭരണഘടനയിൽ ഉറപ്പു നൽകണം എന്നിവിടെ കോൺഗ്രസ് പറഞ്ഞില്ല. കീഴടങ്ങിയ എല്ലാവരെയും വെറുതെ വിട്ട് ഒരു ബീഗുകൾ അടിച്ചിട്ട് എബോട്ടേൺ തിരിച്ചിട്ട് പട്ടാളത്തെ കൊണ്ടുവന്നു. അങ്ങനെയാണ് ഫീൽഡ് മാർഷൽ മനേക് ഷാ പിന്നീട് പറഞ്ഞത്, സൈന്യം പൊരുതി നേടിയ വിജയം ഇന്ത്യയിലെ രാഷ്ട്രീയ നേതൃത്വം കളഞ്ഞു കുളിച്ചു കളഞ്ഞു. പൊരുതി നേടിയ വിജയമായിരുന്നു, ജവാന്മാരുടെ ചോര കൊടുത്ത് നേടിയ വിജയമായിരുന്നു. നമ്മുടെ ഏത് തരത്തിലുള്ള ഇംഗിതവും ആവശ്യവും നടപ്പാക്കാൻ പറ്റുന്ന സന്ദർഭമായിരുന്നു. എന്നിട്ടും ഒരാവശ്യവും ഉന്നയിക്കാതെ ബംഗ്ലാദേശിനെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ച് തിരിച്ചു വരികയാണ്. ഇവിടെ ഇത്രയും പേരുണ്ട്. അന്ന് 22% ഹിന്ദുക്കളുണ്ട്. നിങ്ങൾ പാകിസ്ഥാനിൽ പീഡിപ്പിച്ചതുപോലെ നിങ്ങൾ പീഡിപ്പിക്കരുത്, അവർക്ക് ഭരണഘടനാ ദത്തമായി പരിരക്ഷ കൊടുക്കണം എന്ന് അന്ന് മാന്യമായി നമുക്ക് ആവശ്യപ്പെടാമായിരുന്നു. കാരണം ആ രാഷ്ട്രം ഉണ്ടായി കൊടുത്ത നമ്മളാണ്. മുജീബുർ റഹ്മാൻ അന്ന് നെഹ്റു പറഞ്ഞാൽ എന്ത് മത്സരിക്കുമായിരുന്നു, അതായത് ഇന്ത്യ പറഞ്ഞാൽ എന്ത് മത്സരിക്കുമായിരുന്നു. ഒരു കാര്യവും പറഞ്ഞില്ല.
കാരണം ഹിന്ദുക്കളുടെ കാര്യത്തിൽ കോൺഗ്രസിന് യാതൊരു താല്പര്യവും ഒരു കാലത്തും ഉണ്ടായിരുന്നില്ല. അവരെ ചവിട്ടി മതിക്കുക, അവരെ ചവിട്ടി ഇറക്കുക എന്നുള്ള ഒരു ക്രൗര്യ വിനോദമായിരുന്നു കോൺഗ്രസിന് എന്നും ഉണ്ടായിരുന്നത്. മറ്റാരെങ്കിലും ചെയ്യുമ്പോൾ അത് ആസ്വദിക്കലായിരുന്നു കോൺഗ്രസിന്റെ രീതി, കോൺഗ്രസിന്റെ നീതി. ചരിത്രത്തിൽ എപ്പോഴും അങ്ങനെയാണ്. ഒരക്ഷരം മിണ്ടിയില്ല. അങ്ങനെ അവര് തിരിച്ചു വന്നതിന് ശേഷം ഇപ്പൊ കുറെ വർഷങ്ങളായി അവിടുത്തെ ഹിന്ദുക്കൾ 22% ഉള്ളത് 7% എത്തി. ആ 7% എത്തിയപ്പോ ബാക്കിയുള്ളത് എന്ത് സംഭവിച്ചതാ? മുസ്ലിങ്ങളെങ്ങനെ 3 അപ്പൊ അവിടെ പ്രകൃതി ഉയർന്നുണ്ടായി, വെള്ളപ്പൊക്കം ഉണ്ടായി, അല്ലെങ്കിൽ ആകാശത്ത് നിന്ന് എന്തെങ്കിലും ദുരിതപ്പേമഴ ഉണ്ടായി, എല്ലാം ഒലിച്ചു പോയിട്ടാണോ? അല്ലെ പ്ലേഗും അതുപോലെ തന്നെ കോളറയും വന്ന്, അല്ലെ കൊറോണയും വന്ന് മരിച്ചു പോയതാണോ? മരിക്കുന്നുണ്ടെല്ലാം മരിക്കൂലേ? കൊന്നൊടുക്കിയതാണ്, നിർബന്ധിച്ച് മതപരിവർത്തനം നടത്തിയാണ്. ഇതൊന്നും പറ്റാത്തതിന് ആട്ടിയോടിച്ചതാണ്. അങ്ങനെ ആട്ടിയോടിച്ച് ഭാരതത്തിലേക്ക് വന്ന കുറച്ചു പേരുണ്ട്. അങ്ങനെ വന്നവർ വളരെ വളരെ ഈ ജനസംഖ്യാനുപാതികമായി നോക്കുമ്പോൾ വളരെ വളരെ ചെറുതാണ്. അങ്ങനെ ആട്ടിയോടിക്കപ്പെടുന്ന മതപരമായ പീഡനം നിമിത്തം അവിടെ നിന്നും ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും മുസ്ലിങ്ങളുടെ മതവറി കൊണ്ട് നിൽക്കക്കള്ളിയില്ലാതെ ജീവനും പ്രാണനും മാനവുമായി അവിടുന്ന് രക്ഷപ്പെട്ട് ഇപ്പോഴത്തേക്ക് അവർക്ക് ഓടിപ്പോകാൻ വേറൊരു മണ്ണില്ലാത്തതുകൊണ്ട് ഈ മണ്ണിലേക്ക് വന്നിട്ട് 1954 മുതൽ 50 മുതൽ ഇവിടെ അഭയാർത്ഥികളായ ആകാശം മേൽക്കൂരയാക്കിയ അങ്ങനെ കഴിയുന്ന നരകയാതന അനുഭവിക്കുന്ന പുഴുക്കളെ പോലെ കഴിയുന്ന മനുഷ്യർക്ക് അഭിമാനപൂർവ്വം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ ഒരു പൗരത്വം നൽകാൻ വേണ്ടിയാണ് പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കിയത്. അപ്പോഴാണ് ഇവരിറങ്ങിയത്. അങ്ങനെ പൗരത്വം കൊടുക്കാൻ പറ്റൂല. നമ്മളെ ഉപ്പാന്റെ രേഖ ചോദിക്കുകയാണ് നിങ്ങൾ. നമ്മളെ ഉമ്മാന്റെ കടലാസ് ചോദിക്കുകയാണ് നിങ്ങൾ. ഞങ്ങൾ എവിടുന്നാ കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് തലയെ കെട്ടിയവരൊക്കെ ഇറങ്ങിയത് ഓർമ്മയില്ലേ? രാജ്യം മുഴുവൻ കലാപത്തി പടർത്തിയത് ഓർമ്മയില്ലേ? ഡൽഹിയിലൊക്കെ കലാപുണ്ടാക്കിയിട്ട് 100 കണക്കിന് ആളുകൾ കലാപത്തിയിൽ വെന്തെറിഞ്ഞത് ഓർമ്മയില്ലേ? നമ്മുടെ ഈ കേരളത്തിലൊക്കെ എന്തായിരുന്നു അവസ്ഥ? ഹിന്ദു കടകളിൽ നിന്ന് സാധനം മേടിക്കാൻ പാടില്ല, ഹിന്ദുവിനോട് മിണ്ടാൻ പാടില്ല, ഹിന്ദുവിനെ ചികിത്സിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ. ഇവിടെ സ്ഥാനാർത്ഥിയായി നിന്ന് ഒരുത്തൻ ബോഡി വെച്ചതല്ലേ? പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിക്കുന്നവരെ ഞാൻ ചികിത്സിക്കുന്നതല്ല. ഇതറിഞ്ഞിട്ടാണോ ഇത് കേട്ടിട്ടാണോ എന്നറിയില്ല. ഇപ്പോ കൽക്കട്ടയിലെ ഒരു ആശുപത്രിക്കാർ ഇപ്പോൾ തീരുമാനമെടുത്തിരിക്കാന്ന് ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ഒരൊറ്റൊരുത്തരെയും നമ്മൾ അവിടുത്തെ മുസ്ലിങ്ങളെ ഞങ്ങൾ ചികിത്സിക്കുന്നില്ല എന്നവർ തീരുമാനിച്ചിരിക്കുകയാണ്. സരിൻ നീണാൾ വാഴട്ടെ, സരിന്റെ ആശയവും നീണാൾ വാഴട്ടെ എന്നേ പറയാനുള്ളൂ. അപ്പോ അങ്ങനെ ഒരു ചൊല്ലുണ്ട്, ഏത് ആക്ഷനും ഒരു റിയാക്ഷൻ ഉണ്ടാവും. അത് കേരളത്തിലല്ലെങ്കിൽ ബംഗാളിലുണ്ടാവും. കാരണം ഇത് രണ്ടും ഏകദേശം സമാനമായി ചിന്തിക്കുന്ന നാടുകളാണ്. അങ്ങനെയാണ് പറഞ്ഞത്. ഏത് അവിടുന്ന് രക്ഷയില്ലാതെ വരുന്ന ആളുകളെ ഇവിടെയും രക്ഷിക്കാൻ പാടില്ല, അവർക്ക് പൗരത്വം കൊടുക്കാൻ പാടില്ല. ഈ മുസ്ലിങ്ങളുടെ എത്രമാത്രം പകയുള്ളവരാണ്, വൈരാഗ്യമുള്ളവരാണ്, മതസ്പർദ്ധയുള്ളവരാണ്, എത്രമാത്രം ഭീകര ചിന്താഗതിയുള്ളവരാണ് അവര് എന്നുള്ളതിന് ഇതിലപ്പുറം ഉദാഹരണമുണ്ടോ? അവർക്ക് എന്ത് നഷ്ടമാണ്, അവരുടെ എന്ത് നഷ്ടമാണ് ഇവിടെ ഉണ്ടാവുന്നത്? അവരുടെ ഉപ്പാപ്പമാരെ അവിടെ നാട്ടിയോടിച്ച ആളുകളായവര് അവിടെ നിൽക്കാൻ പറ്റാതെ അവരുടെ ഭൂമിയും അവരുടെ മണ്ണും അവരുടെ കൃഷിസ്ഥലവും അവരുടെ കുടുംബവും സർവ്വം ഉപേക്ഷിച്ചിട്ട് അവിടുന്ന് തലേ കെട്ടുകാർ ഓടിച്ചതാണ് ഇവരെ. എന്നിട്ട് അവരെ ഇവിടെ പൗരത്വം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എല്ലാം ഇറങ്ങുമ്പോ അവരുടെ മനോഭാവം എന്താണ്? അവരവിടുന്ന് വളർന്നാണ്, അല്ല ഇവിടുന്ന് നരകിച്ച് ചാകണമെന്നാണ്. ഇത്രയും ദുഷ്ടബുദ്ധി ലോകത്തേതെങ്കിലും ഒരു ജനസമൂഹത്തിൽ ഉണ്ടാകുമോ എന്ന് നമ്മൾ ആലോചിക്കണം. അപ്പൊ ഇവിടുത്തെ കപട മതേതരവാദികളൊക്കെ അതിന് ഹല്ലേലൂയ പറഞ്ഞത് കൂടെ തന്നെ ആയിരുന്നില്ലേ? എല്ലാം ഒരുമിച്ചായിരുന്നില്ലേ? എന്താ ഇവരൊക്കെ ചിന്തിക്കുന്നത്? എന്താണ് ഇവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത്? അതുകൊണ്ട് ഇന്ന് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനത്തിന് 2 തവണ കോൺഗ്രസ് എടുത്ത തെറ്റായ തീരുമാനങ്ങൾ, നടപടികൾ, നിലപാടുകളാണ് കാരണം. ഒന്ന്, ഭാരതത്തെ വെട്ടിമുറിച്ചത്, അതുകൊണ്ടാണ് അവർ അപ്പുറത്തേക്ക് പോയത്. 2, ബംഗ്ലാദേശിന് ഉണ്ടാക്കി കൊടുക്കുമ്പോ
അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുസൃതമായ അവർക്ക് അർഹമായ ന്യായമായ പരിരക്ഷ അവരുടെ ഭരണഘടനയിൽ ഉറപ്പ് നൽകുന്നതിൽ കോൺഗ്രസ് ശ്രമിക്കാത്തത്, അവർ പരിശ്രമിക്കാത്തതാണ്. കാരണം അവർക്ക് പറയാലോ, ഞങ്ങളുടെ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഞങ്ങൾ ഭരണഘടനയിൽ അവകാശം നൽകുന്നുണ്ട്. മുന്നിയോ അതിനെക്കുറിച്ച് ഒരു അക്ഷരം പറഞ്ഞോ? ഇല്ല. ഇപ്പൊ എന്നിട്ട് അതേ ബംഗ്ലാദേശ് അവിടെ ഹിന്ദുക്കളെ വേട്ടയാടുകയാണ്, ആയിരക്കണക്കിന് ആളുകൾ കൊലയപ്പെട്ടിരിക്കുകയാണ്. സമരം എങ്ങനെയാണ് തുടങ്ങിയത്? ഇവിടെയാ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞു. സമരം തുടങ്ങിയത് ബംഗ്ലാദേശ് വിമോചനത്തിന് വേണ്ടി പ്രവർത്തിച്ച അവിടുത്തെ ബംഗ്ലാദേശിന്റെ ഇവിടുത്തെ ഷെയ്ഖ് ഹസീനയുടെ അന്നത്തെ മുജിബുർ റഹ്മാന്റെ പാർട്ടി, ആ പാർട്ടി അവിടെ അവരുടെ ജോലിയിൽ ആ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഒരു സംവരണം എന്ന് പറഞ്ഞിട്ട് ഒരു ഏർപ്പാട് ഭരണഘടനയിൽ വെച്ചു. ഹിന്ദുക്കൾക്ക് സംവരണമൊന്നും വെച്ചിട്ടില്ലെങ്കിലും ന്യൂനപക്ഷ അവകാശങ്ങൾ കിട്ടിയില്ലെങ്കിൽ അവരവർ പാർട്ടിക്ക് സംവരണം വെച്ചു. അതിന്റെ ശരിതെറ്റുകൾ തീരുമാനിക്കുന്നത് ആ രാജ്യത്തെ ജനങ്ങളാണ്. നമ്മളതിലെന്താ ഉത്തരവാദി? അവിടുത്തെ ഹിന്ദുക്കൾ എന്ത് പിഴച്ചു? അതിന് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ആ പാർട്ടി അത് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ഹിന്ദുക്കൾ എന്ത് പിഴച്ചു? അതിനെതിരായി അവിടെ ഒരു പ്രക്ഷോഭം ആരംഭിച്ചു. കോടതിയുടെ അനുവാദത്തോടു കൂടിയാണ് ഈ റിസർവേഷൻ അവിടെ വന്നത്. അവിടുത്തെ സുപ്രീം കോടതിയെ അനുവദിച്ചിട്ടാണ് വന്നത്. പക്ഷെ സമരം നടത്തി അതിന്റെ സമരത്തിന്റെ മൂർധന്യത്തിൽ കേസ് കോടതിയിലെത്തിയപ്പോ കോടതി ആ സംവരണം റദ്ദാക്കി. റദ്ദാക്കിയോട് സമരക്കാരുടെ ആവശ്യം എന്താണ്? സംവരണം റദ്ദാക്കണം. സംവരണം റദ്ദാക്കിയപ്പോ സമരം തീരണ്ടേ? തീരുന്നില്ല. കോടതി ആ ഉത്തരവ് ഇറക്കിയതിന്റെ പിറ്റേന്ന് മുതൽ, അതാണ് ഞാൻ 6 മാസം പറഞ്ഞ, ആ ഉത്തരവ് വന്നിട്ട് കൃത്യം 6 മാസം ആവുകയാണ്, ജൂണിലാണ്. പിറ്റേന്ന് മുതൽ ഹിന്ദുക്കൾക്കെതിരെ ആക്രമണം തുടങ്ങി. ആദ്യം അമ്പലങ്ങൾ കയറി ആക്രമിക്കാൻ തുടങ്ങി, പിന്നെ ഹിന്ദുക്കളുടെ കച്ചവട സ്ഥാപനങ്ങൾ തീയിടാൻ തുടങ്ങി. ധാക്കയിലൊക്കെ ധാരാളം കച്ചവടക്കാരുണ്ട്. ആ കച്ചവടക്കാരുടെ കടകളൊക്കെ കൊള്ളയടിക്കാൻ തുടങ്ങി. അങ്ങനെ അവിടുത്തെ സർക്കാരിനെതിരായിട്ട് ആരംഭിച്ച സമരം എങ്ങനെയാണ് നിരാലംബരായ നിരപരാധികളായ അവിടുത്തെ ഹിന്ദുക്കൾക്കെതിരായിട്ട്, ന്യൂനപക്ഷമായ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള കലാപത്തിയായി പടർന്നത് എങ്ങനെയാണ് എന്നുള്ളത് ചിന്തിക്കുമ്പോ അതിനു പിറകിൽ അവിടുത്തെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഷെയ്ഖ് ഹസീന സർക്കാർ നിരോധിച്ച ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള പീഡനത്തെയും ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള വംശഹത്യയ്ക്കും നേതൃത്വം നൽകിയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമി അവിടുത്തെ സർക്കാർ നിരോധിച്ചിരുന്നു. അവര് പരസ്യമായി രംഗത്തിറങ്ങി. ഇവിടെ ജമാഅത്തെ ഇസ്ലാമിക്കാർ, അതിന്റെ അതേ സഹോദരന്മാർ ഇവിടെയുണ്ട്. ജമാഅത്തെ ഇസ്ലാമിക്കാർ അവരുടെ മീഡിയ 1 ചാനലിലൊക്കെ, അവരുടെ മാധ്യമം പത്രമൊക്കെ എന്താ അവരുടെ ജനാധിപത്യ ബോധവും പൗരാവകാശ താല്പര്യവും അവരുടെ വൈകുന്നേരത്തെ അടുപ്പുമുട്ടി ചർച്ചയും അവരുടെ പിന്നടിയന്ത്രമൊക്കെ കേട്ടാൽ തോന്നുക അവരെന്തൊരു മര്യാദ രാമന്മാരാണ് എന്നാണ്. എന്തും മര്യാദ രാമന്മാരാണോ? ഇവിടെ സംഘപരിവാറിന്റെ ഹിംസാത്മക രാഷ്ട്രീയത്തെക്കുറിച്ചും ഹിന്ദുത്വ ഫാഷിസത്തിന്റെ കരാള ദംഷ്ട്രകൾ നീണ്ടുവരുന്നതിനെ കുറിച്ചും ഇവിടെ ന്യൂനപക്ഷങ്ങൾ നേരിടേണ്ടി വരുന്ന വേട്ടയാടലിന്റെ കരാളതയെക്കുറിച്ചൊക്കെ അവരങ്ങനെ കണ്ണീരൊഴുക്കുന്നു കണ്ടാൽ മുസ്ലിങ്ങൾ ഖബറിനുള്ളിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് ബോലോ തക്ബീർ വിളിക്കത്തക്ക രീതിയിലുള്ള വർഗീയതയുടെ എല്ലാ തരത്തിലുള്ള അവതരണവും നടത്തുന്ന ജമാഅത്തെ ഇസ്ലാമിയാണ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കളെ കൂട്ടക്കുരുതി നടത്തുന്നത്, ക്ഷേത്രങ്ങൾ പൊളിക്കുന്നത്. അവർ വളരെ തന്ത്രപരമായാണ്. മാധ്യമത്തിൽ ഫോട്ടോ വരും ഇടയ്ക്ക്. ധാക്കയിലെ ജമാഅത്തെ ഇസ്ലാമിക്കാർ അവിടുത്തെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് കാവൽ നിൽക്കുന്ന ഫോട്ടോ. ആദ്യം ഒരു 10-50 ആൾ പോയിട്ട് ഫോട്ടോ എടുക്കും ക്ഷേത്രത്തിന് മുമ്പിൽ നിന്നിട്ട്. എന്നിട്ട് ബാക്കിയുള്ള ആളും കൂടി വിളിച്ചിട്ട് ക്യാമറമാൻ പോയി കഴിഞ്ഞ ഉടനെ അമ്പലം തച്ചു വിളിക്കും. ഇവരെല്ലാവരും ചേർന്നിട്ട് ഫോട്ടോ ഇവിടത്തേക്ക് ഇന്ത്യയിലേക്ക് വരും. പൊളിക്കുന്ന ഫോട്ടോ ആരും എടുക്കില്ല. അന്താരാഷ്ട്ര രംഗത്ത് പ്രവർത്തിക്കുന്ന മാധ്യമങ്ങളാണ് പലപ്പോഴും. നമ്മളെ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പിന്നെ അത്തരം ഫോട്ടോകളൊന്നും ഇവിടെ വർജ്യമാണല്ലോ. ഇത് അൽ കേരളം എന്നറിയപ്പെടാൻ ആരംഭിച്ചത് തൊട്ട് അത്തരം വാർത്തകളൊന്നും ഇവിടത്തേക്ക് വരില്ലല്ലോ. സ്വാമികളെ അറസ്റ്റ് ചെയ്ത വാർത്ത 4 ദിവസം കഴിഞ്ഞിട്ടാണ് ഇവിടുത്തെ പത്രങ്ങൾ വന്നത്. സ്വാമികൾ അറസ്റ്റ് ചെയ്ത വാർത്തയെ കുറിച്ച് നമ്മൾ അറിയുന്നത്, ആദ്യമായിട്ട് പുറത്തുവിടുന്നത് മീഡിയ 1 ചാനലാണ് മലയാളത്തിൽ. അവർ പറഞ്ഞത്
അതിനെ തുടർന്ന് അവിടെ സംഘർഷത്തിൽ ഒരാൾ മാത്രമാണ് കൊല ചെയ്യപ്പെട്ടത്, അയാൾ ഒരു മുസ്ലിമാണെന്നാണ് അവരുടെ ചർച്ചയിൽ പറയാണ്. ഹിന്ദുവിനൊന്നും ഒരു പ്രശ്നമില്ല, ഒരു മുസ്ലിമാണ്. അപ്പൊ നമ്മൾ എന്താണ് വരിക? ഹിന്ദുക്കൾ മുസ്ലിമിനെ കൊന്നു എന്നാണ്. ഈ മുസ്ലിം ഏതാണെന്നറിയോ? ഈ മുസ്ലിം ഈ സ്വാമിയുടെ അനുയായിയായ അദ്ദേഹത്തിന് വേണ്ടി കേസ് കോടതിയിൽ ജാമ്യ ഹർജി കൊടുക്കാൻ പോയ ആളാണ്. അയാളെയാണ് ഇവർ കൊന്നത്. അപ്പൊ അയാളെ കൊന്നിട്ട് അയാളെന്താ പറയുന്നത്? ആളെ വക്കീലാണെന്നോ അങ്ങനെയാണ് കൊന്നതെന്നോ പറയോ? അത് പറയില്ല. പറയുന്നത് കലാപത്തിൽ ആയ കൊല്ലപ്പെട്ടത് ഒരു മുസ്ലിമാണ് കൊല്ലപ്പെട്ടത് എന്നാണ്. ഹിന്ദു ഒക്കെ അവിടെ സുഭിക്ഷം സഭിക്ഷം അവിടെ ഇങ്ങനെ സുഖമായി അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. രാവിലെ ഒരു ബിരിയാണി, ഉച്ചക്ക് ഒരു ബിരിയാണി, രാത്രി 2 ബിരിയാണിയും കഴിച്ചുകൊണ്ട് അവിടെ ഹിന്ദുക്കൾ അങ്ങനെ സസുഖം വാഴുകയാണ് എന്നാണ് അവർ പറയുന്നത്. ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ പോയ അഭിഭാഷകരെ കൊല്ലുകയാണ്. രണ്ടാമത് ഹർജി ചെയ്യാൻ പോയിട്ടുള്ള അഭിഭാഷകരെ വെട്ടി ഗുരുതരമായി പരിക്കേൽപ്പിച്ച വെന്റിലേഷനിലാണ്. അപ്പൊ ഇനി ആരാണ് അയാൾക്ക് വേണ്ടി കോടതിയിൽ പോവുക? ആരും കോടതിയിൽ പോകില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഇനി ആരെങ്കിലും പോയാൽ കൊല്ലുന്നതാണ്. അതാണ് ജമാഅത്തെ ഇസ്ലാമിക്കാരന്റെ ജനാധിപത്യ വിസ്മയം. ഒരു വിസ്മയം എന്നാ പറയാ. അഫ്ഗാനിസ്ഥാനിൽ ഒരു വിസ്മയം ഉണ്ടായിരിക്കുന്നു എന്നാണ് അവർ പറയുന്നത്. അവിടെ താലിബാൻ അധികാരം പിടിച്ചപ്പോ അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ വിസ്മയം എന്നാണ് അവർ പറഞ്ഞത്. അപ്പൊ അവരുടെ വിസ്മയമാണെന്ന്. ജനാധിപത്യം അങ്ങനെയാണ് അവർ നടപ്പാക്കുന്നത്. അവരുടെ മതേതരത്വം അങ്ങനെയാണ്. എന്നിട്ട് ഇവിടെ നിർലജ്ജം ഒരു ഉളുപ്പുമില്ലാതെ ഇവിടെ ന്യായീകരിക്കും. ഇവിടെ ഏതെങ്കിലും ഒരു സംഭവം, ഏതെങ്കിലും ഈ 145 കോടി ജനങ്ങളുടെ ഭാരതത്തിൽ 24 കോടിയാണ് ഇപ്പൊ പാകിസ്ഥാനിലെ ജനസംഖ്യ. ബംഗ്ലാദേശിലെ 17.25 കോടി. നമ്മുടെ നാട്ടിലെ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞൊരു സംസ്ഥാനത്ത് പാകിസ്ഥാനിലേക്കാളും 1 കോടി ജനസംഖ്യ, 25 കോടിയാണ് ഈ ഉത്തർപ്രദേശിലെ ജനസംഖ്യ. ഒരു സ്റ്റേറ്റിലെ ജനസംഖ്യ ഉത്തർപ്രദേശിലെ പാകിസ്ഥാനേക്കാളും കൂടുതലാണ്. ബംഗ്ലാദേശിനേക്കാളും 8 കോടി ജനസംഖ്യ അധികമാണ് ഉത്തർപ്രദേശിൽ. അവിടെ ഏതെങ്കിലും ഒരു കാക്ക തൂറിയാൽ പിന്നെ ഇവിടെ പ്രതിഷേധമാണ്. അവിടെ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞ് ഒരാൾക്കാരൻ മറ്റവനെ നേരെ നോക്കി, അപ്പോ ഒരു ദളിതന് നേരെ നോക്കി, അയാളുടെ ആ നോക്കിയതിനെ തുറന്ന് ആ ദളിതൻ മൂത്രമൊഴിച്ചു, ആ മൂത്രം ഇത്ര ലിറ്റർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ പ്രതിഷേധമാണ്. അങ്ങനെ ഈ രാജ്യത്ത് സ്പർദ്ധയുണ്ടാക്കാൻ, വർഗീയ സ്പർദ്ധയുണ്ടാക്കാൻ, ജാതി സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾ, അവരിപ്പോ തങ്ങളുടെ മതക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പീഡനത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടുന്നുണ്ടോ? മിണ്ടിയോ? എവിടെയെങ്കിലും മിണ്ടിയോ? ആരെങ്കിലും മിണ്ടിയോ? നമ്മുടെ ഈ കേരളീയർക്ക് പരിചിതമാണല്ലോ, പാലക്കാട് നടന്നിട്ടുണ്ടല്ലോ. എന്താ ഇവിടെ പൗരത്വത്തിന്റെ വമ്പിച്ച സമരങ്ങൾ നടന്നു. പിന്നെ നടന്നത് മലബാർ കേന്ദ്രീകരിച്ച് ആദ്യം മാർക്സിസ്റ്റുകാരാണ് രംഗത്തിറങ്ങിയത് ന്യൂനപക്ഷ സംരക്ഷണത്തിന് വേണ്ടിയിട്ട്. അവര് തങ്ങൾമാരെല്ലാം പിടിച്ച്, സമസ്തക്കാരെല്ലാം പിടിച്ചിട്ട് അവര് സമ്മേളനങ്ങൾ നടത്തി. കൊമ്പന് പുറകെ മോഴ എന്ന് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ UDF-കാരൻ രംഗത്തിറങ്ങി. അവര് മറ്റേ തങ്ങളെ പിടിച്ചിട്ട് അവരും പലസ്തീൻ രക്ഷിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അവര് കോഴിക്കോട് ഒരു സമ്മേളനം നടത്തി. അതിന്റെ മുഖ്യപ്രഭാഷകനായിട്ട് ശശി തരൂർ MP വിളിച്ചു. ആ ശശി തരൂർ MP പറഞ്ഞു, കാര്യങ്ങൾ ഉള്ളതുപോലെ പറയണല്ലോ, ഫലസ്തീൻ തീവ്രവാദികൾ ഒക്ടോബർ മാസം 8-ാം തീയതി അങ്ങോട്ടടിച്ചതാണ് തുടക്കം. അപ്പോ അത് ശശി തരൂറിന്റെ കേരളത്തിലെ അവസാനത്തെ പ്രസംഗമായിരുന്നു. പിന്നെ ശശി തരൂർ കേരളത്തിൽ എവിടെയും പ്രസംഗിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശശി തരൂർ പിന്നീട് കേരളത്തിൽ എവിടെയെങ്കിലും പ്രസംഗിക്കുന്ന നിങ്ങൾ, അതിലിടയ്ക്ക് ഇതിനെ തെയ്യത്തിനെ കൊണ്ടുപോകുമ്പോൾ സർവ്വസ്ഥലത്തും ശശി തരൂരിന് കൊണ്ടുവരുന്നു. അന്ന് അദ്ദേഹം ഒറ്റ കാര്യം പറഞ്ഞിട്ടുള്ളൂ, ഒക്ടോബർ 8-ാം തീയതി ഫലസ്തീൻകാർ അങ്ങോട്ട് അടിച്ചതുകൊണ്ടാണ് തുടങ്ങിയതെന്ന് പറഞ്ഞു. ഫലസ്തീൻ തീവ്രവാദികൾ എന്നാണ് അദ്ദേഹം ഉപയോഗിച്ച വാക്ക്. അന്നേരം അങ്ങനെയാണ് ഈ പ്രശ്നം തുടങ്ങിയെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ ശശി തരൂർ, ആ ശശി തരൂറിനെ നിങ്ങളിപ്പോ കേരളത്തിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു വേദിയുണ്ടോ? എവിടെയെങ്കിലും പ്രസംഗിക്കാൻ അനുവാദമുണ്ടോ? ഇല്ല. കാരണം സത്യം പറഞ്ഞാൽ ഈ കേരളത്തിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളത് വലിയ മതേതരക്കാരനായ അന്താരാഷ്ട്ര പ്രശസ്തിയുള്ള ശശി തരൂർ എന്ന് പറഞ്ഞ ഒരാൾക്ക് കോഴിക്കോട് സമ്മേളനത്തിൽ പരസ്യമായി ലോകത്ത് നടന്നൊരു സംഭവം, അതായത്
ഇസ്രായേലിലേക്ക് കയറി അങ്ങോട്ട് അടിച്ചിട്ടാണ് 1200 1300 ആളുകൾ കൊന്നതാണെന്ന് ലോകം മുഴുവൻ കണ്ടതാണ്. ഒരു ഗാനമേള നടക്കുന്നിടത്തേക്ക് ചെന്നിട്ട് 327 സ്ത്രീകളെയും കുട്ടികളെയും പാട്ട് പാടുന്നവരെയും കേൾക്കുന്നവരെയും മുഴുവനിടത്തിനെയും അരിഞ്ഞും വെടിവെച്ചും കുത്തിക്കൊന്നും തീർത്തതൊക്കെ ലോകം മുഴുവൻ അറിഞ്ഞാണ്. അത് ഈ ഫലസ്തീൻകാർ അങ്ങോട്ട് ചെയ്തതാണ്, ഹമാസുകാർ ചെയ്തതാണ്. ഫലസ്തീൻകാരൻ മുഴുവൻ പറയാൻ പറ്റില്ല. ഹമാസുകാർ അവരുടെ തീവ്രവാദ സംഘടനയാണ് ഹമാസ്. ഇവിടുത്തെ പോപ്പുലർ ഫ്രണ്ട്, SDPI, ജമാഅത്തെ ഇസ്ലാമി, അതിന്റെ അവിടുത്തെ ഭാഷയാണ്. അപ്പൊ അവരാണ് ചെയ്തത് എന്ന് ശശി തരൂർ പറഞ്ഞപ്പോ പിന്നെ ശശി തരൂരിന്റെ അതുവരെ അവർ പറഞ്ഞത് കേരള മുഖ്യമന്ത്രിയായിട്ട് നമ്മൾ മുസ്ലിം ലീഗ് ഒക്കെ പ്രൊജക്ട് ചെയ്ത് കൊണ്ടുവന്നത് ഇദ്ദേഹത്തെയായിരുന്നു. അദ്ദേഹത്തിന്റെ ആ സത്യം പറഞ്ഞപ്പോ, അങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോ പിന്നെ അദ്ദേഹത്തിന് വേണ്ട. ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നടന്നു. ഞാൻ ഇവിടുത്തെ കോൺഗ്രസുകാരും CPM-മാരും ഇവിടെ മുമ്പിലൊന്നും വന്നിട്ടില്ലെങ്കിലും പുറകിൽ ബേക്കിൽ എവിടെയെങ്കിലും നിന്നിട്ട്, വീടിന്റെ ബേക്കിൽ നിന്നിട്ട് നമ്മൾ ഈ പറയുന്ന ഇപ്പം കേൾക്കുന്നുണ്ടാവില്ല ചില പുള്ളികൾ. അവരോട് ഒറ്റ കാര്യം ചോദിക്കാനുള്ളത്, നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരോട് ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കെതിരായി നടക്കുന്ന പീഡനത്തിനെതിരെ പാലക്കാട് അങ്ങാടിയിൽ ഒരു മെഴുകുതിരിയും കത്തിച്ചിട്ട് ഒരു ജാഥ നടത്താൻ ധൈര്യമുണ്ടോ എന്ന് ഞാൻ വെല്ലുവിളിക്കുക. നിങ്ങളുടെ ചോരയും ബംഗ്ലാദേശിലെ ഹിന്ദുവിന്റെ ചോരയും ഒന്ന് തന്നെയാണ്. നിങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് നല്ല റോക്കറ്റ് വിട്ട പോലെ നെറ്റിയിൽ നല്ല കുറിയെല്ലാം വരച്ചിട്ട് നടക്കുന്നുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിലെ ആയിരക്കണക്കിന് ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത, അമ്പലങ്ങൾ ഇടിച്ചു നിരത്തുന്ന, അവിടുത്തെ സഹോദരിമാരെ ബലാത്സംഗം ചെയ്യുന്ന, കുഞ്ഞുങ്ങളെ പെട്രോളിച്ച് കൊല്ലുന്ന ഏറ്റവും ഭീകരമായ സാഹചര്യം അവിടെ നടക്കുമ്പോൾ നിങ്ങളൊരു ജാഥ പാലക്കാട് അങ്ങാടിയിലൂടെ നടത്തുമോ? ശ്രീകണ്ഠന്റെ നേതൃത്വം നടത്തുമോ? ബാലേട്ടന്റെ നേതൃത്വം നടത്തുമോ? ധൈര്യമുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് പകർന്നു തന്ന മുലപ്പാലിന്റെ അംശമെങ്കിലും കുടലുണ്ടെങ്കിൽ, അച്ഛന്റെ ചോരയുടെ അംശമെങ്കിലും നിങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിൽ നിങ്ങളെ വെല്ലുവിളിക്കണം. നടത്താൻ പറ്റുമോ? എന്തുകൊണ്ടാണ് നടത്താത്തത്? അപ്പൊ നിങ്ങൾക്ക് എന്താ ഒറ്റക്കണ്ണ്? നിങ്ങളെന്താ ഒറ്റക്കണ്ണുകൊണ്ട് കാര്യങ്ങൾ കാണുന്നത്? അവിടെ ഹിന്ദുക്കൾക്കെതിരായിട്ടുള്ള ഈ ആക്രമണത്തിനെതിരായിട്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് രംഗത്തിറങ്ങാത്തത്? നിങ്ങൾ ആരെയാ പേടിക്കുന്നത്? അപ്പൊ നിങ്ങൾക്ക് പേടിക്കേണ്ടത് ഒരു വിഭാഗത്തെ മാത്രമാണോ? ഹിന്ദു ജന്തുവായതുകൊണ്ടാണോ നിങ്ങൾക്ക് പേടിയില്ലാത്തത്? ഹിന്ദു ജന്തുവായതുകൊണ്ടാണോ നിങ്ങൾ പ്രതികരിക്കാത്തത്? എന്താ നിങ്ങൾ മിണ്ടാത്തത്? അതോ ഹിന്ദുവിനെ എപ്പോഴും പറ്റിക്കാൻ പറ്റും എന്നാണോ? അതുകൊണ്ടാണോ? ഹിന്ദുവിനെ എപ്പോഴും കബളിപ്പിക്കാൻ പറ്റും എന്ന് ഉറപ്പുള്ളതുകൊണ്ടാണോ? എന്തുകൊണ്ടാ നിങ്ങൾ മിണ്ടാത്തത്? എന്തുകൊണ്ടാ പ്രതികരിക്കാത്തത്? ഇവിടെ കേരള നിയമസഭയിൽ ഇടക്കിടക്ക് ഇവർ രണ്ടുപേരും ഒരുമിച്ച് ചേരും. ആ സമയത്ത് കൊല്ലനും കൊല്ലത്തി ഒന്നാണ്, ഒരു പ്രശ്നമില്ല. എന്താണെങ്കിൽ അപ്പുറത്ത് മുസ്ലിങ്ങൾ അവരുടെ ആവശ്യമാണെങ്കിൽ മതിന് ജയിലാണ്, എല്ലാവരും ഒറ്റക്കെട്ടാണ്. 140 മാറാട് 8 പേരെ കൂട്ടക്കൊല ചെയ്ത ചില ആളുകളെ ജനങ്ങൾ അവിടുന്ന് വീട്ടിൽ വരണ്ടെന്ന് പറഞ്ഞു. 150 പേര് ഒറ്റക്കെട്ടായി. അവരവിടെ താമസിപ്പിക്കണം, പുനരധിവസിപ്പിക്കണം. പൗരത്വ നിയമം 150 ഒറ്റക്കെട്ട്. ഇപ്പൊ 150 പേര് ഒറ്റക്കെട്ട്. എന്തിനാണ്? വഖഫ് ഭേദഗതി ചെയ്യാൻ പാടില്ല. അപ്പൊ കേരളത്തിൽ ഇപ്പൊ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? കേരളത്തിൽ വഖഫുമായി ബന്ധപ്പെട്ട ഏറ്റവും വലിയ പ്രശ്നം എവിടെയാണ്? മുനമ്പത്താണ്. അവിടെ എന്താണ് പ്രശ്നം? അവിടെ തിരുവിതാംകൂർ മഹാരാജാവ് പാട്ടത്തിന് കൊടുത്തൊരു ഭൂമി, ഒരു കള്ള സേട്ട്, ഓനാട് ചെല്ലുമ്പോ അവിടെ താമസക്കാരെ കണ്ടിട്ട് അവരെ ഇറക്കി വിടാൻ ഇവര് പറ്റാത്തതുകൊണ്ട് ഇവരെപ്പോൾ അള്ളാഹുവിന്റെ പേരിൽ വഖഫ് ചെയ്തു. പിന്നെ ചൊറയില്ലല്ലോ, അത് അള്ളാഹു നോക്കിക്കോളല്ലോ. അതുകൊണ്ട് വഖഫ് ചെയ്തു.
ഫാറൂഖ് കോളേജിൽ എഴുതി കൊടുത്തു. ഫാറൂഖ് കോളേജുകാർ ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി വന്നു. അപ്പൊ അവിടെ മീൻപിടുത്തക്കാരായ ഒരുപാട് ആളുകൾ താമസിക്കുകയാണ്, വർഷങ്ങളായി താമസിക്കും, തലമുറയായി താമസിക്കുന്നതാണ്. അവരെ കുടിയിറക്കാൻ വേണ്ടി ഇവർ കഴിഞ്ഞില്ല, കേസായി. ആ കേസ് കോടതിക്ക് പുറത്തു വെച്ച് കോടതി ഉപയോഗിച്ച പോൾ എന്ന് പറയുന്ന ഒരു അഡ്വക്കേറ്റ് കമ്മീഷന്റെ മുഖാന്തരം ആ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിച്ചു. അതായത് കൈവശക്കാരായ മുഴുവൻ ആളുകളും അതിന്റെ വില ഫാറൂഖ് കോളേജിൽ കൊടുത്താൽ ഭൂമി അവർക്ക് തന്നെ കൊടുക്കാന്ന് പറഞ്ഞു. വില നിശ്ചയിച്ചു, അന്നത്തെ നല്ല വില. അത് കൊടുത്ത് ഇവരെല്ലാവരും ഫാറൂഖ് കോളേജുകാർക്ക് പൈസ കൊടുത്തിട്ട് ആ ഭൂമി വാങ്ങി. ഫാറൂഖ് കോളേജുകാർ ആ പൈസ ഉപയോഗിച്ചിട്ട് ഫാറൂഖ് കോളേജുകാർ അവിടെ 10 ഏക്കർ സ്ഥലവും വാങ്ങി ഒരു BEd കോളേജ് വലിയ കെട്ടിടവും പണിതു. ഇവരെ പൈസയുണ്ട്, പ്രശ്നം പരിഹരിച്ചു. അങ്ങനെ മുന്നോട്ട് പോകവേ അച്യുതാനന്ദൻ സർക്കാർ, ഇടതുപക്ഷം മതേതരം കൂത്തുലയുന്ന സർക്കാർ അധികാരത്തിൽ വന്ന സമയത്ത് അന്നത്തെ വഖഫ് ബോർഡ് ചെയർമാനോട് അച്യുതാനന്ദൻ പറഞ്ഞു, അന്യാധീനപ്പെട്ട വഖഫ് ഭൂമികളൊക്കെ തിരിച്ചെടുക്കണം. അങ്ങനെ ഒരു കേരളം മുഴുവൻ നടന്നിട്ട് അന്യാധീനപ്പെട്ടതാണെന്ന് കണ്ടെത്തിയ കൂട്ടത്തിൽ മുനമ്പം ഭൂമിയുണ്ട് എന്ന് പി ജയരാജൻ എഴുതിയ ഇപ്പോൾ പ്രസിദ്ധീകരിച്ച ആ പുസ്തകത്തിലും പറയുന്നുണ്ട്. ഇടതുപക്ഷത്തിന്റെ നേട്ടമായിട്ട് അതിൽ പറയാണ് അന്യാധീനപ്പെട്ട ഭൂമിയൊക്കെ വഖഫ് ഭൂമിയൊക്കെ ഇടതുപക്ഷ സർക്കാരിന്റെ നേതൃത്വത്തിൽ വീണ്ടെടുത്തു എന്ന് പറയാണ്. അങ്ങനെ പിന്നീട് ഇവർക്ക് നോട്ടീസ് കൊടുത്തു. ഏതായാലും 3 കൊല്ലം മുമ്പ് അവർ നികുതി അടക്കാൻ പോയപ്പോ അവരുടെ നികുതി സ്വീകരിക്കുന്നില്ല. ഫാറൂഖ് കോളേജുകാർ പറയുന്നു, നമ്മളായിട്ടൊരു പ്രശ്നമില്ല, നമ്മളെ പ്രശ്നം പരിഹരിച്ചു. പക്ഷെ വഖഫ് ബോർഡ് പറയുന്നു, നമ്മളെ ഭൂമിയാണ്, നമ്മൾ വിട്ടുകൊടുക്കൂല. അപ്പൊ ഇപ്പൊ വഖഫ് ബോർഡിനെ കൊണ്ട് മാർക്സിസ്റ്റുകാർ ഭരിക്കുന്ന ആളുകൾ അത് വിട്ടുകൊടുക്കാന്ന് പറയുമ്പോ പോപ്പുലർ ഫണ്ടുകാർ കോടതിയിൽ കേസ് കൊടുത്തിട്ട് പറയുന്നു അത് വഖഫ് സ്വത്താണ്, അത് ഒരു തരത്തിലും വിട്ടുതരൂല. അങ്ങനെ കോടതിയിൽ വേറെ കേസും വരികയാണ്. അവരുടെ ന്യായം എന്ന് വെച്ചാൽ വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. ഒരിക്കൽ വഖഫാണെങ്കിൽ എപ്പോഴും വഖഫാണ് എന്നാണ്. എവിടെയെങ്കിലും വഖഫ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് എന്നാണ്. പക്ഷെ ഇത് ആ സേർട്ട് ഇത് രജിസ്റ്റർ ചെയ്ത് കൊടുക്കുമ്പോ അതിൽ എഴുതിയിരിക്കുകയാണ് കൃത്യമായി, ഒന്ന്, ഇത് ഫാറൂഖ് കോളേജിന് വേണമെങ്കിൽ ക്രയവിക്രയം ചെയ്യാം. 2, ഫാറൂഖ് കോളേജ് ഇല്ലാതാവുകയാണെങ്കിൽ, കാരണം 1950 ഫാറൂഖ് കോളേജ്, 48 ഫാറൂഖ് കോളേജ് ഉണ്ടായത്, 50 ഇത് എഴുതി കൊടുക്കുന്നത്. 2 കൊല്ലമായിട്ടില്ല അപ്പുറത്തെ ഫാറൂഖ് കോളേജ് ഉണ്ടായിട്ടേ ഉള്ളൂ. ചിലപ്പോൾ ഇല്ലാതായാൽ അതെന്റെ അനന്തരാവകാശികൾക്ക് തിരിച്ചു കൊടുക്കണമെന്നും അതിൽ എഴുതിയിട്ടുണ്ട്. നിയമപണ്ഡിതന്മാരും എല്ലാവരും പറയുന്നത് അങ്ങനെ എഴുതി കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വഖഫല്ല, കാരണം ഉപാധികളോടെ നൽകുന്നത് വഖഫല്ല എന്നാണ്. അപ്പൊ കാര്യം വ്യക്തമാണല്ലോ, അത് വഖഫല്ല. പക്ഷെ ഇപ്പൊ അത് വഖഫാണെന്ന് പറയും. വഖഫ് ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്ന ആർക്കാണ് ഏൽപ്പിച്ചത്? അവർ പറയും ഞങ്ങളുടേതല്ല, ഫാറൂഖ് കോളേജ് ഞങ്ങൾ പൈസ കൊടുത്തിട്ട് പൈസ മേടിച്ചിട്ട് അത് കൊടുത്താണെന്ന് അവർ പറയുന്നു. പക്ഷെ മുസ്ലിങ്ങൾ വിട്ടുകൊടുക്കുന്നില്ല. പക്ഷെ മുസ്ലിങ്ങൾ ഉദാരമതികളാണ്. എന്താ അവരുടെ സ്നേഹം അറിയോ? സാഹോദര്യം എന്നാണ് ഇസ്ലാമിന്റെ അർത്ഥം. എത്ര സ്നേഹമാണ് അവർക്കെന്നറിയോ? അവര് മനുഷ്യത്വത്തിന്റെ, സാഹോദര്യത്തിന്റെ മഹിതമായ പാണക്കാട് തങ്ങളുടെ സൗഹാർദ്ദം പൂത്തുലയുന്ന കേരളത്തിലെ ആ മുസ്ലിം സമുദായം എന്നൊക്കെ പറഞ്ഞ് എന്തൊരു സമുദായം എന്നറിയോ? എന്തൊരു സ്നേഹം എന്നറിയോ? പിടിച്ച് പറിച്ച് പൈസയും മറിച്ചെടുത്തിട്ട് അബ്ബാഹുവിന്റെയും പറഞ്ഞിട്ട് പിന്നെയും നടക്കാൻ നാണമുണ്ടോ നിങ്ങൾക്ക് എന്നാണ് കേരളത്തിന്റെ മനസാക്ഷിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്. എന്നിട്ടും ആ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളെ ഭൂമി നിങ്ങൾക്ക് വേണമല്ലേ? എന്നിട്ടും നിങ്ങൾ ഇത് പിടിച്ചു പറിക്കാൻ നടക്കുകയാണ്. ആരുടെ യഥാർത്ഥ ഭൂമി? തിരുവിതാംകൂർ രാജാവിന്റെയാണ്. അതങ്ങനെ അള്ളാഹുവിന്റെ ആവുന്നത്. നിയമപരമായി പോയാൽ അങ്ങനെ ആവുന്നത്. ആരെങ്കിലും ഒരാൾ കള്ളാസ് ചെയ്ത് വെച്ചാൽ അങ്ങനെ ആവുമോ? എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അവിടെയാണ് കാര്യം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? 1995-ലും 2013-ലും കോൺഗ്രസ് ഗവൺമെന്റ് കൊണ്ടുവന്ന വഖഫ് നിയമത്തിൽ കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച്, ഏറ്റവും അവസാനം കൊണ്ടുവന്ന ഭേദഗതി അനുസരിച്ച്, ഇതിലെ കൂടി ആരെങ്കിലും അങ്ങനെ നടന്നിട്ട് ഒരാളിങ്ങനെ പോകുമ്പോ അയാൾക്ക് തോന്നിയാണ് കുഴപ്പമില്ലല്ലോ, നല്ലൊരു മൈതാനാണല്ലോ, ഇത് വഖഫിന് പറ്റും എന്ന് തോന്നിയാൽ ഇത് വഖഫാണ്. അതാണ് അതിലെ വകുപ്പ്. മുസ്ലിങ്ങളിപ്പോ അവർക്ക് നിസ്കരിക്കാൻ ആള് കൂടിയതുകൊണ്ട്, പള്ളിയിൽ കൊള്ളാത്തതുകൊണ്ട് ഈദ് നിസ്കാരമൊക്കെ ഗ്രൗണ്ടിലൊക്കെയാണ്. ഗ്രൗണ്ടിൽ 2-3 വർഷം നിസ്കരിച്ചാൽ അത് വഖഫായി. വഖഫായാൽ വൺസ് എ വഖഫ് ഓൾവേസ് വഖഫ് എന്നാണ്. അപ്പൊ അത് മുസ്ലിമിന്റെ. അങ്ങനെ അവർ ആശുപത്രിയിലൊക്കെ
ഇവിടെ പ്രാർത്ഥനാ മുറിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ചില ആശുപത്രിക്കാരൊക്കെ ബോർഡ് വെച്ചിട്ടുണ്ട്. ഹിന്ദു ആശുപത്രിക്കാരും വെച്ചിട്ടുണ്ട്, ക്രിസ്ത്യൻ ആശുപത്രിക്കാരും വെച്ചിട്ടുണ്ട്, മുസ്ലിങ്ങളും വെച്ചിട്ടുണ്ട്. ഓർമ്മിച്ചോ, കുറച്ചുകാലം നിസ്കരിച്ചാൽ വൺസ് എ നിസ്കാരം ഓൾവേസ് നിസ്കാരം എന്നാണ് അതിനർത്ഥം. അത് വകുപ്പായി. അങ്ങനെയാണ് അലിയാർ കാസിമി എന്ന് പറഞ്ഞ പോപ്പുലർ ഫ്രണ്ടിന്റെ പാലക്കാട് ആലപ്പുഴ സമ്മേളനത്തിൽ പ്രസംഗിച്ച അലിയാർ കാസിമിയിലെ ആ അലിയാർ കാസിമി പച്ചക്ക് എന്നെ ഉള്ളവരെ പറഞ്ഞു. അയാൾ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചത്, നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്, ഇന്ത്യൻ പാർലമെന്റ് വകുപ്പ് ഭൂമിയിലാണ്, സുപ്രീം കോടതി വകുപ്പ് ഭൂമിയിലാണ് പറഞ്ഞിരിക്കുന്നത്. 1500 കൊല്ലം മുതലുള്ള രേഖ കൈവശമുള്ള തമിഴ്നാട്ടിൽ തിരുച്ചെന്തര ഗ്രാമത്തിലെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രത്തിന്റെ ഭൂമി വകുപ്പാന്ന് നോട്ടീസ് കൊടുത്തു. 1500 കൊല്ലമായിട്ടുള്ള രേഖ ഓറയിന്മേലുണ്ട്. ഇസ്ലാമിനെ ഉണ്ടായിട്ട് 1513 കൊല്ലമായിട്ടുള്ളൂ. അതിനേക്കാട്ട് മുമ്പിൽ ഈ അമ്പലത്തിന്റെ രേഖയുണ്ട്. എന്നിട്ടും നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ആ ഗ്രാമത്തിലെ മുഴുവൻ ആളുകൾക്ക് കൊടുക്കുക, അമ്പലത്തിന് നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. സൂറത്തിലെ മുനിസിപ്പൽ കോർപ്പറേഷൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം തളിപ്പറമ്പിൽ പോയി. തളിപ്പറമ്പ് നഗരത്തിലെ മിക്കവാറും എല്ലാ സർക്കാർ ഓഫീസുകളും വകുപ്പുകയിലാണ്. അപ്പൊ ഞാൻ അവിടുത്തെ താലൂക്ക് ഓഫീസിൽ പോയി. അവിടുത്തെ ഒരു ഡെപ്യൂട്ടി തഹസിൽദാറുണ്ട്. അദ്ദേഹത്തെ പോയി കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്കും നോട്ടീസ് കിട്ടിയിരുന്നു. ഞാൻ ചോദിച്ചു, അതെങ്ങനെ ഇങ്ങനെ കിട്ടിയത്? എന്റെ ഉപ്പാന്റെ മുതലുള്ള രേഖ എന്റെ അടുക്കുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ എനിക്കിപ്പോ നോട്ടീസ് കിട്ടിയിരിക്കുകയാണ്. ഉപ്പാന്റെ പോലെ രേഖ അദ്ദേഹത്തിന്റെ അടുക്കുണ്ട്. അപ്പൊ ഞാൻ അദ്ദേഹം ഒരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഇപ്പൊ ഉപ്പാന്റെ രേഖയിലെടുത്ത് പോകണല്ലോ, നിങ്ങൾ 2 കൊല്ലം പറഞ്ഞ് നമ്മൾ ഉപ്പാന്റെ രേഖയിലെടുത്തിട്ട് ഇങ്ങോട്ട് വരണം എന്നല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം അമർത്തി ഒന്ന് ചിരിച്ചു. ഏതാ ഭൂമി എന്നറിയോ? ആ ഭൂമി അവിടുത്തെ ഒരു നമ്പൂതിരി കുടുംബത്തിന്റെയാണ്, ഇല്ലത്തിന്റെയാണ്. ആ ഇല്ലത്തിന്റെ 200 ചില്ലാൻ ഏക്കർ ഭൂമി അതിനെ സംബന്ധിച്ച് പള്ളിക്കാരും ഇല്ലക്കാരും തമ്മിൽ കേസായി. ആ കേസ് പുറത്തു വെച്ചിട്ട് ഒത്തുതീർപ്പായി പോലും. എന്നിട്ട് 145 ഏക്കർ ഭൂമി ഈ ഇല്ലക്കാര് പള്ളിക്കാർക്ക് കൊടുത്തു. ഇല്ലക്കാര് പള്ളിക്കാർക്ക് വഖഫ് ചെയ്യുന്നു എന്നാണ് അവർ പറയുന്നത്. പള്ളിക്കാർ അത് ബാക്കിയുള്ളവർക്കെല്ലാം വീതിച്ചു കൊടുത്തു വിറ്റു. ഇപ്പൊ അവിടുത്തെ പള്ളി കമ്മിറ്റിയിലെ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് ഒരു തർക്കം ഉണ്ടായി. 3 കൊല്ലം മുമ്പാണ്, 4 കൊല്ലം മുമ്പാണ്. അപ്പൊ ഒരു വിഭാഗം, ലീഗിനെതിരായിട്ടുള്ള വിഭാഗം, CPM-ന്റെ നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം പറഞ്ഞു, വഖഫ് സ്വത്തുകൾ സംരക്ഷിക്കുന്നതിൽ ലീഗ് പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞ ഒരു പാനൽ അവതരിപ്പിച്ചു. ആ പാനലിന് നേതൃത്വം കൊടുക്കുന്നത് CPM-ന്റെ അവിടുത്തെ ലോക്കൽ കമ്മിറ്റി മെമ്പറായിട്ടുള്ള സഖാവ് കരീമാണ്. തളിപ്പറമ്പ് ലോക്കൽ കമ്മിറ്റി മെമ്പർ കരീമാണ്. കരീമിന്റെ നേതൃത്വത്തിലുള്ള ഒരു പാനൽ ഉണ്ടായി. ആ പാനൽ തോറ്റെങ്കിലും അവർ കോടതി പോയി. കോടതി പോയിട്ട് വഖഫ് സ്വത്ത് അന്യാധീനപ്പെട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവര് വഖഫ് ട്രിബ്യൂണലിൽ പോയി. ആ ട്രിബ്യൂണലിൽ നിന്ന് നോട്ടീസ് അയപ്പിക്കാൻ, അവിടുത്തെ പുത്തവല്ലിനെ കൊണ്ട് നോട്ടീസ് അയപ്പിക്കാൻ തുടങ്ങി. അങ്ങനെ 300 ചില്ലറ ആളുകൾക്ക് നോട്ടീസ് അയച്ചു. അങ്ങനെ നോട്ടീസ് കിട്ടിയവരിൽ ഒരു ഡോക്ടർ, അയാൾ 80 ലക്ഷം റുപ്യ കൊടുത്തിട്ട് തളിപ്പറമ്പ് നഗരത്തിനടുത്ത് വാങ്ങിയ വീടും സ്ഥലവും തന്റെ കയ്യിൽ നിന്ന് പോകുന്ന അറിഞ്ഞപ്പോ ഒരു മുസ്ലിമായ ഡോക്ടർ തന്നെ നോട്ടീസ് കിട്ടിയ ഉടനെ ഹൃദയാഘാതം വന്ന് മരിച്ചുപോയി. അറ്റാക്ക് വന്ന് മരിച്ചു. ആരാ അറിയുന്നത്? പക്ഷെ നിങ്ങൾ അറിയും, ഹരിയാനയിലെ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന സമയത്ത് സീറ്റ് സംബന്ധിച്ച ഒരു തർക്കത്തിൽ ഒരു ജുനൈദ് എന്ന് പറഞ്ഞ ഒരാളെ മറ്റേയാൾ ഞെക്കിക്കൊന്നാൽ നിങ്ങൾ ലോകം മുഴുവനും അത് പറയും. അത് പശുവിന്റെ ഇറച്ചിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രശ്നമായിരുന്നു, അത് ന്യൂനപക്ഷ വേട്ടയാണെന്ന് പറയുകയും ചെയ്യും. മാത്രമല്ല കേരളം മുഴുവൻ സ്തംഭിപ്പിക്കുന്ന കൂടാതെ കേരള മുഖ്യമന്ത്രി 10 ലക്ഷം റുപ്യായിട്ട് ആ ഹരിയാനയിലെ ജുനൈദിന്റെ വീട്ടിൽ പോയിട്ട് കൊണ്ടു കൊടുക്കും. അങ്ങനെ മതേതരത്വത്തെ സംരക്ഷിക്കും. ഇവിടെ ഈ പ്രാകൃതമായ കാട്ടു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തളിപ്പറമ്പിൽ ഒരു ഡോക്ടർ അവിടെ ഹൃദയസ്തംഭനം മൂലം മരിച്ചിരിക്കുകയാണ്. അയാൾ പണം കൊടുത്ത് വാങ്ങിയതാണ്. അതെങ്ങനെയാ ഈ ഹിന്ദു ഇല്ലക്കാരുടെ ഭൂമി വഖഫ് ഭൂമിയാവുന്നത്? നിരവധി ആളുകൾ കിട്ടിയിരിക്കുകയാണ്. അവിടുത്തെ പോലീസ് സ്റ്റേഷൻ മുതൽ, അവിടുത്തെ താലൂക്ക് ഓഫീസ് മുതൽ, അവിടുത്തെ ഗവൺമെന്റ് ആശുപത്രി മുതൽ, ബസ് സ്റ്റാൻഡ് മുതൽ എല്ലാം വഖഫാണ്. ഇത് വേറെ നാട്ടിലെ കാര്യമാണ് പറയുന്നത്. ഞാൻ കേരളത്തിലെ തളിപ്പറമ്പിലെ കാര്യം പറയുന്നത്. അവർക്കെല്ലാം നോട്ടീസ് കിട്ടിയിട്ട് അവരൊക്കെ ഇപ്പൊ കോടതിയിൽ പോയി ട്രിബ്യൂണലിൽ പോവുകയാണ്, കേസിൽ പോവുകയാണ് എന്നുള്ള സ്ഥിതി. ഇപ്പൊ എന്റെ മുമ്പിൽ കയ്യും കെട്ടിയിട്ട് കുറെ ആൾ ഇരിക്കുന്നുണ്ട്. എന്റെ പെട്ടിയിൽ രേഖയുണ്ട്, ആധാരമുണ്ട് എന്നൊക്കെയാണ് ധൈര്യം. ഇപ്പൊ ചിരിച്ച
കുറച്ചവൻ നോട്ടീസ് കിട്ടുമ്പോ ഈ ചിരി ഉണ്ടാവില്ല. കാരണം നിങ്ങളുടെ അയലെ കൂടി ഒരു പോപ്പുലർ ഫണ്ടുകാരൻ പോവാണ്. അപ്പൊ നിങ്ങളുടെ അവിടെ ഒരു കാക്കി ട്രൗസർ കണ്ടു, അല്ലെങ്കിൽ ഒരു RS-കാരനാന്ന് കണ്ടു, അല്ലെങ്കിൽ നിങ്ങളുടെ കുട്ടി ഷാക്കോന്ന് കണ്ടാൽ അവന് തോന്നുകയാണ് നിങ്ങളുടെ വീട് വഖഫാണെന്ന്. അത് വഖഫാണെന്നാണ് കോൺഗ്രസിന്റെ സർക്കാർ ഉണ്ടാക്കിയ നിയമത്തിൽ പറയുന്നത്. ആ നിയമത്തെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ്, ആ നിയമത്തെ നിലനിർത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിയമസഭയിൽ 140 ആളുകളും ഒരുമിച്ച് പ്രമേയം പാസാക്കിയത്. അവര് മുനമ്പത്തെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. തളിപ്പറമ്പിൽ മരിച്ചുപോയ മനുഷ്യനെ കുറിച്ച് ഒരു അക്ഷരം മിണ്ടിയില്ല. ഇപ്പോൾ ഇവിടെ തലപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്ത് വയനാട്ടിൽ അവിടുത്തെ ഒരു പള്ളിയുടെ ഉസ്താദിന്റെ ഭൂമി അടക്കം കൊണ്ടുപോവുകയാണ്. ഉസ്താദൊക്കെ വന്നിട്ട് പറയുന്ന കേട്ടു, എന്റെ പാപ്പാന്റെ കാലത്ത് എന്റെ കയ്യിലാണെന്ന്. ഞാൻ കോഴിക്കോട് ബാലകൃഷ്ണന്റെ സ്ഥലത്ത് പോയപ്പോ അയാളുടെ അച്ഛന്റെ കാലം പോലെ അവരുടെ അനുഭവിച്ചു വരുന്ന ഭൂമിക്കാണ് ഇപ്പൊ നോട്ടീസ് വന്നിരിക്കുന്നത്. ഒഴിയണമെന്നാ പറയുന്നത്. ഇനിയാണ് രേഖയെ കൊടുത്തിട്ട് അവരുടെ മുക്രിമാരുടെയും മുതവല്ലിയുടെയും കാലു പിടിക്കാൻ പോകണമെന്നാണ് പറയുന്നത്. വ്യാപകമായി വരികയാണ്. കോൺഗ്രസ് ഉണ്ടാക്കിയ നിയമങ്ങളാണ്. ഞാനതുകൊണ്ട് ദീർഘിപ്പിക്കുന്നില്ല. കോൺഗ്രസ് ആണ് അതിനെല്ലാം മോശകരമാടുന്ന ഇവിടുത്തെ ഇടതുപക്ഷമാണ് ഹിന്ദുക്കളെ എരുതിയിൽ നിന്നും വറചട്ടിയിൽ നിന്ന് എരുതിയിലേക്കാക്കുന്ന ഇത്തരം നയങ്ങളും നടപടികളുമായിട്ട് മുന്നോട്ട് വന്നത് എന്നത് വളരെ വ്യക്തമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. ഇനിയിപ്പോ അതിലൊന്നും തൊട്ടാൽ എന്തായിരിക്കും സ്ഥിതി? ഇപ്പൊ ലക്ഷദ്വീപിൽ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് അവിടെ ഞങ്ങളുടെ അടുത്തുള്ള ഒരു കോളേജിലെ ഒരു വിദ്യാർത്ഥി പ്രിൻസിപ്പാളിന്റെ കാരണത്തടിച്ചു. അപ്പൊ ആ പ്രശ്നം അറിഞ്ഞിട്ട് ഞങ്ങളൊക്കെ അവിടെ പോയി. അപ്പൊ രാത്രിയാണ് അവിടെ പോയപ്പോ പ്രിൻസിപ്പാളിനെ കണ്ടപ്പോ ആരാ അടിച്ചതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, അത് ഈടെന്നുള്ള ചെക്കനല്ല. ഞാൻ ചേടലേക്കന ലക്ഷദ്വീപിലേക്കന. ഞാൻ ചോദിച്ചു, ലക്ഷദ്വീപിൽ നിന്ന് എങ്ങനെ മട്ടന്നൂർ പഠിക്കാൻ വരുന്നത് എന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞു, അത് ST കോട്ടയിൽ വന്നാണ്. ഞാൻ ലക്ഷദ്വീപിൽ അങ്ങനെ ST കോട്ടയിൽ എങ്ങനെ വരിക? അവർ മുസ്ലിങ്ങളല്ലേ? പറഞ്ഞു, മുസ്ലിമാണ്. മുസ്ലിം എങ്ങനെ ST കോട്ടയിൽ വരിക എന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം അലമാര തുറന്ന് പഴയ ഒരു സർക്കാരിന്റെ ഉത്തരവെടുത്ത് കാണിച്ചു. ആ സർക്കാരിന്റെ ഉത്തരവനുസരിച്ച് ലക്ഷദ്വീപിലെ മുഴുവൻ മുസ്ലിങ്ങളും ഷെഡ്യൂൾഡ് ട്രൈബാണ്, പട്ടികവർഗമാണ്. അവർക്ക് കേരളത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ സ്ഥാപനങ്ങളും ഉൾപ്പെടെ റിസർവേഷൻ, ST റിസർവേഷനിൽ അവർക്ക് കയറാം. നമ്മളെ പട്ടികവർഗക്കാരായിട്ടുള്ള കുട്ടികളൊന്നും മെഡിക്കൽ സീറ്റിനൊന്നും പോകുന്നില്ലല്ലോ. അപ്പൊ ആ സീറ്റ് മുഴുവൻ ഇപ്പൊ കൈവശപ്പെടുന്നത്, ST സീറ്റ് മുഴുവൻ കൈവശപ്പെടുന്നത് ലക്ഷദ്വീപിൽ നിന്ന് വരുന്ന മുസ്ലിം കുട്ടികളാണ്. ഷെഡ്യൂൾ ട്രൈബിൽ പെടുത്തിയിരിക്കുകയാണ്. പട്ടികവർഗക്കാർ. മുസ്ലിങ്ങളിൽ ജാതി ഉണ്ടോ? ഇല്ല. മുസ്ലിങ്ങൾ ഏകോദര സഹോദരങ്ങളല്ലേ? അതെ. പക്ഷെ അങ്ങനെ അതിന് പട്ടികവർഗം എങ്ങനെ വരുന്നത്? നമുക്ക് കാര്യം കിട്ടുമെങ്കിൽ നമ്മൾ ഏത് വർഗവും, സീറ്റ് കിട്ടുമെങ്കിൽ, സൗജന്യം കിട്ടുമെങ്കിൽ, സംവരണം കിട്ടുമെങ്കിൽ നമ്മൾ ഏത് വർഗവും. പട്ടികവർഗമാണ് ലക്ഷദ്വീപിലെ 100%. ഏതെങ്കിലും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ 50% ഒരു വിഭാഗത്തിനാണെന്ന്? സ്വകാര്യ മാനേജ്മെന്റ് ആണെങ്കിൽ, സെൽഫ് ഫിനാൻസ് കോളേജ് ആണെങ്കിൽ 50% മാനേജ്മെന്റ് ആണ്. ഞാൻ ഈ പറയുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യമാണ്. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, അതൊരു കേന്ദ്ര സർവകലാശാലയാണ്. അതിൽ മുസ്ലിം യൂണിവേഴ്സിറ്റി എന്ന് പേരിട്ടിരിക്കുകയാണ്. നമ്മുടെ രാജ്യത്ത് മതേതര രാജ്യത്താണെന്ന് ഓർമ്മിക്കണം. ആ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ 50% സീറ്റ് മുസ്ലിങ്ങൾക്ക് റിസർവ് ചെയ്തിരിക്കുകയാണ്. കോൺഗ്രസ് കൊടുത്താണ്. പട്ടികവർഗക്കാർക്ക് എവിടെയെങ്കിലും ഇത്രയും സമരമുണ്ടോ? എവിടെയുണ്ടോ? ഏതെങ്കിലും വിഭാഗത്തിലുണ്ടോ? മുസ്ലിങ്ങൾക്ക് 50% റിസർവേഷനാണ്. അതിനെതിരായിട്ട് 1970-കളിൽ തന്നെ കേസ് പോയി അലഹാബാദ് ഹൈക്കോടതിയിൽ. ആ കേസിൽ അതിനെതിരായിട്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്ന് കോടതി വെച്ചു. കാരണം കോടതി വിധിക്കാൻ കാരണം എന്ന് വെച്ചാൽ ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകൾ സ്ഥാപിച്ച വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ മാത്രമേ ന്യൂനപക്ഷത്തിന് ഇങ്ങനെ റിസർവേഷൻ അധികാരമുള്ളൂ എന്ന് ഹൈക്കോടതി ന്യായമായി വിധിച്ചപ്പോ അതിനെതിരായിട്ട് അവർ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി അത് ഒരു 5 അംഗ ബെഞ്ചിന് വിട്ടു. 5 അംഗ ബെഞ്ച് 10 കൊല്ലം പഠിച്ചപ്പോ അതൊരു 8 അംഗ ബെഞ്ചിന് വിട്ടു. 8 അംഗ ബെഞ്ച് 2009 ഒരു 9 അംഗ ബെഞ്ചിന് വിട്ടു. 9 അംഗ ബെഞ്ച് അതിനുശേഷം 2024 കഴിഞ്ഞ ആഴ്ച സുപ്രീം കോടതി അത് വീണ്ടും 3 അംഗ ബെഞ്ചിന് വിട്ടു. ഈ ബെഞ്ചുകൾ മാറി വിടുമ്പോ സംഭവം നടക്കുന്നുണ്ട്. 50% സംവരണത്തിൽ കയറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിന് സ്റ്റേ ചെയ്തവർ കൊടുത്തിട്ടില്ല. അതാണ് കാര്യം. നമ്മുടെ കോടതികൾ ഹിന്ദുവിനെ ബാധിക്കുന്ന എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ നമ്മുടെ കോടതികൾക്കൊക്കെ വലിയ ആവേശമായിരിക്കുമല്ലോ, ഉടൻ തന്നെ ഹരിതി കേൾക്കുമല്ലോ. പക്ഷെ ഈ കാര്യത്തിൽ എന്തുകൊണ്ടാണ് ഒരു തീരുമാനം
ഭരണഘടന അനുസരിച്ചുള്ള തീരുമാനം എന്തുകൊണ്ടാണ് നമ്മുടെ നിയമ സംവിധാനത്തിൽ ഉണ്ടാക്കാൻ സാധിക്കാത്തത് എന്ന ചോദ്യം, ആ ചോദ്യം പ്രസക്തമായ ചോദ്യമല്ലേ? ആ ചോദ്യം എന്താണ്? ആ ചോദ്യത്തിനുള്ള ഉത്തരം എന്താണ് കിട്ടാത്തത്? ന്യൂനപക്ഷങ്ങൾ സ്ഥാപിക്കാത്ത കേന്ദ്രത്തിന്റെ ഒരു സർവകലാശാലയിൽ എങ്ങനെയാണ് സംവരണം കൊടുക്കുന്നത് 50% എന്നുള്ള ചോദ്യമില്ലേ? ഇങ്ങനെ നിരവധി കാര്യങ്ങൾ. ഏറ്റവും അവസാനം നമ്മുടെ കേരളത്തിൽ 27% സർക്കാർ ജോലിക്ക് ഇവിടെ അധികാരം ഉണ്ടായിരുന്നത്, അവകാശം ഉണ്ടായിരുന്നത് OBC വിഭാഗത്തിനാണ്. OBC എന്ന് പറഞ്ഞാൽ അതർ ബാക്ക്വേർഡ് കാസ്റ്റാണ്. ഏതായി പിന്നോക്ക സമുദായം? ഹിന്ദുവിനെ പിന്നോക്ക സമുദായമാണ്. ഭരണഘടന സാമൂഹ്യമായി പിന്നോക്കം നിൽക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കും ഹിന്ദുവിലെ പിന്നോക്ക വിഭാഗങ്ങൾക്കുമാണ് സംവരണം. ബാക്കിയുള്ളവർക്ക് മതപരമായ അടിസ്ഥാനത്തിൽ അവർക്ക് സംവരണവും ആനുകൂല്യങ്ങളും കൊടുക്കുന്നുണ്ട്. അവർക്ക് ജാതിയില്ലല്ലോ. ജാതി ഉള്ളതുകൊണ്ടാണല്ലോ ഇടുന്ന ആളുകൾ പോകുന്നത്. അവർക്ക് ജാതിയില്ലല്ലോ. എന്നാൽ ഈ 27% നിന്ന് നമ്മുടെ നാട്ടിലെ സർക്കാരുകൾ 12% എടുത്ത് മുസ്ലിങ്ങൾ കൊടുത്തിരിക്കുകയാണ്. 10-40 കൊല്ലമായിട്ട് തുടരുകയാണ്. ഏത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്? ഏത് ന്യായത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഇന്ന് 100 പേരെ സർക്കാർ ജോലിയിൽ എടുക്കുമ്പോൾ 12 പേരെ മുസ്ലിങ്ങൾ എടുക്കണം നിർബന്ധമാണ്, സംവരണമാണ്. ആ സംവരണം 12% ഇവിടുത്തെ ഈഴവനും ഇവിടുത്തെ വിശ്വകർമ്മനും ഇവിടുത്തെ മറ്റ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനും അർഹതപ്പെട്ടത് പറിച്ചെടുത്തിട്ടാണ് അപ്പുറത്തെ കൊടുത്തിരിക്കുന്നത്. എന്ത് ന്യായമാണ്? ഹിന്ദു പിന്നോക്ക വിഭാഗത്തിന് അർഹതപ്പെട്ടതാണ് കൊടുത്തിരിക്കുന്നത്. ആ കാര്യത്തിൽ ഈ കൂട്ടർ രണ്ടുപേരും ഒറ്റക്കെട്ടായിരുന്നു. ഇവരുടെ ജാഥകൾക്ക് നീളം കൂട്ടാൻ വേണ്ടി കൊടിയും പിടിച്ച് ഇൻകിലാബ് സിന്ദാബാദും നാഷണൽ കോൺഗ്രസ് സിന്ദാബാദും പിടിച്ച് ജാഥക്ക് പോകുന്ന പിന്നോക്ക സമുദായത്തിൽ OBC-യിൽപ്പെട്ടവനായിട്ടുള്ള ഹിന്ദുവില്ലേ, ആ ഹിന്ദുവിന്റെ കുടുംബത്തിൽ വരേണ്ട ജോലിയാണ് ഒരർഹതയുമില്ലാതെ ഭരണഘടനാ വിരുദ്ധമായി മുസ്ലിമിന് തീരെഴുതി കൊടുത്തിരിക്കുന്നത് എന്ന കാര്യം. എന്തുകൊണ്ടാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ ഇവിടുത്തെ പാവപ്പെട്ട ഹിന്ദു പിന്നോക്കക്കാരെന്ന് മറച്ചു വെക്കുന്നത്? എന്ത് ന്യായമാണിത്? ഇത് അന്യായമല്ലേ? ഇപ്പൊ മഹാരാഷ്ട്രയിൽ ഇതുപോലെ 10% വേണം എന്ന് കോൺഗ്രസിന് അവര് മുസ്ലിം സംഘടനകൾ നിവേദനം കൊടുത്തു. അവിടുത്തെ മഹാവികാസ് അഖാഡി എന്ന് പറഞ്ഞ യമണ്ടൻ മുന്നണി അത് അംഗീകരിച്ചു. അവിടുത്തെ ഹിന്ദുക്കൾ ഒന്നിച്ചു നിന്നാൽ രക്ഷയുണ്ട് എന്ന് നരേന്ദ്രമോദിയും യോഗി ആദിത്യനാഥും വന്ന് പറഞ്ഞത് കേട്ടപ്പോ അവരനുസരിച്ച് വോട്ട് ചെയ്തു. ഉറപ്പുകൊടുത്ത കോൺഗ്രസിന്റെ അവസ്ഥ അവിടെ എന്താണ് എന്ന് പടവലങ്ങ പോലെ അത് താഴത്തേക്കങ്ങ് നീണ്ടു ഭൂമിയിൽ മുട്ടിരിക്കുകയാണ്, അസ്തുവായിരിക്കുകയാണ്, ഉപ്പ് വെച്ച കാലം പോലെ. പ്രതിപക്ഷം പോലുമില്ല. എന്തുകൊണ്ടാണത്? അവിടുത്തെ ഹിന്ദുവിന് ഹിന്ദുവാണെന്ന ബോധമുണ്ട്. അവിടുത്തെ ഹിന്ദുവിന് ഈ മതേതരക്കാർ തങ്ങളെ നശിപ്പിക്കാൻ, കുടുക്കാൻ, ഇല്ലാതാക്കാൻ, കെണിയിൽപ്പെടുത്താൻ, കബളിപ്പിക്കാനാണ് വരുന്നത് എന്ന ബോധമുണ്ട്. പക്ഷെ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കരുതുന്നത് ഇവിടുത്തെ ഹിന്ദുക്കൾ അവര് തങ്ങൾ എന്ത് ചപ്പടാച്ച് കാണിച്ചാലും വിശ്വസിക്കുന്ന, തങ്ങൾ എന്ത് പറഞ്ഞാലും അതിൽ വീഴുന്നവരാണ്, മാരി പൊട്ടന്മാരാണ് ഇവിടുത്തെ മതേതര ഹിന്ദുക്കൾ എന്ന ഉറച്ച ബോധ്യം അവർക്കുള്ളതുകൊണ്ടാണ് ഹിന്ദുക്കൾ വീണ്ടും വീണ്ടും കബളിപ്പിക്കപ്പെടുന്നത് എന്നതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് നമ്മള് ഇക്കാര്യങ്ങളൊക്കെ പറയുമ്പോ പറയും നിങ്ങൾ വർഗീയവാദികളാണെന്ന് പറയും. സത്യം പറയുന്നവർ വർഗീയവാദിയാണ്. അങ്ങനെയാണ് ശശി തരൂർ വർഗീയവാദിയായത്. പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടു. ഇടുക്കിയിലെ ഒരു സഹോദരി, ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ഒരു സഹോദരി, അവരുടെ ഹോം നേഴ്സായി ജോലി ചെയ്യുന്ന ഒരു സഹോദരി ഇവരുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ അവർ വീട്ടിന്റെ അകത്തായിരുന്നു, കൊല്ലപ്പെട്ടു. ഇടുക്കിക്കാരിയാണ്. അപ്പൊ അവർക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, അതായത് ഹമാസ് തീവ്രവാദികളുടെ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇടുക്കിയിലെ ആ സഹോദരിക്ക് ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് പിണറായി വിജയൻ ഒരു പോസ്റ്റ് ഇട്ടു. ആ പോസ്റ്റ് ഇട്ടിട്ട് മിനിറ്റുകൾക്കകം സൈബർ ആക്രമണം ഉണ്ടായിട്ട് 1.5 മണിക്കൂറിനുള്ളിൽ കേരള മുഖ്യമന്ത്രിക്ക് ആ പോസ്റ്റ് പിൻവലിക്കേണ്ടി വന്നു. മിസൈൽ ഇടുന്നയാളെ തീവ്രവാദി എന്ന് വിളിച്ചു എന്നുള്ളതാണ് കുറ്റം. എന്ത് വിളിക്കേണ്ടിയിരുന്നു? മിസൈൽ ഇടുന്നയാളെ എന്ത് വിളിക്കേണ്ടിയിരുന്നത്
ഇസ്ലാമിക സ്നേഹം പൂത്തുലഞ്ഞുകൊണ്ട് ഹമാസ് അവിടെ നിന്ന് വിക്ഷേപിച്ച ആ മിസൈൽ ആ സ്ത്രീയുടെ ശരീരത്തിൽ വളരെ സൗഹാർദ്ദപൂർവ്വം പതിച്ചതിന്റെ ഭാഗമായി അവരുടെ ശരീരത്തിൽ ഉണ്ടായ ചെറിയ പരിക്കുകൊണ്ട് അവർ മരണപ്പെട്ടു എന്ന് എഴുതേണ്ടി. പിണറായിയെ വിട്ടുകൊടുക്കരുതെന്ന് വെച്ചിട്ട് ഉമ്മൻചാണ്ടി വിട്ടു. ഇതേ പോസ്റ്റ് ഉമ്മൻചാണ്ടി വൈകുന്നേരം 4 മണിക്കാണ് പിൻവലിച്ചത്. അദ്ദേഹം 7 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പിൻവലിച്ചത്. അപ്പൊ പിണറായിയേക്കാൾ ഉമ്മൻചാണ്ടിയാണ് പിടിച്ചു നിൽക്കുന്നതെന്നാണ് നമ്മൾ വിചാരിച്ചത്. അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് ഉമ്മൻചാണ്ടിയല്ല ഈ പോസ്റ്റ് ഇട്ടതും പിൻവലിച്ചതും ഉമ്മൻചാണ്ടിയുടെ ഒരു സെക്രട്ടറിയാണ്. അയാൾ പോസ്റ്റ് ഇട്ടേയുള്ളൂ, പിന്നെ നോക്കിയില്ല. കമന്റ് വൈകുന്നേരം നോക്കിയത് കുറെ ആൾ വിളിച്ചു പറഞ്ഞപ്പോ അന്നേരമാണ് അയാൾ പിൻവലിച്ചതെന്നാണ്. അല്ലാതെ അദ്ദേഹം ധൈര്യപൂർവ്വം പിടിച്ചു നിന്നൊന്നല്ല, നിന്നതൊന്നല്ല. അങ്ങനെയാണ് ഇന്ത്യയിലെ ഒരു മുഖ്യമന്ത്രിയായിരുന്ന ആൾക്കും സ്വന്തം അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമില്ലാത്ത ഈ നാട്, ധൈര്യമില്ലാത്ത ഈ നാട്, തന്റെ ഇടമില്ലാത്ത ഈ നാട്, മൗലികവാദികളെ ഭയപ്പെടുത്തുന്ന ഈ നാട്, ഇവരാണ് മതേതരത്വം എന്ന് ഛർദ്ദിക്കുന്നതെന്ന് പറയുമ്പോ അത് കേൾക്കുമ്പോൾ ഓക്കാനും വരുന്നില്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ കാര്യമായ എന്തോ തകരാറുണ്ടെന്നാണ് അർത്ഥം. അതുകൊണ്ട് ഇതൊരു ചൂണ്ടുമലകയാണ് ബംഗ്ലാദേശില്. ഇതൊരു വിരൽ ചൂണ്ടലാണ്. നമ്മൾ കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ബംഗ്ലാദേശിന്റെ അനുഭവം കേരളത്തിലുണ്ടാവും. നമ്മുടെ മുമ്പിലുള്ള ചോദ്യം ഇതാണ്: ബംഗ്ലാദേശികളെ പോലെ അനുഭവിക്കണോ എന്നുള്ളതാണ്. ബംഗ്ലാദേശികളെ പോലെ ഓടി രക്ഷപ്പെടണോ എന്നുള്ളതാണ്. ബംഗ്ലാദേശികളെ പോലെ നമ്മുടെ ദൈവങ്ങളെയും നമ്മുടെ ആരാധനാലയങ്ങളും എല്ലാം അക്രമികളുടെ മുമ്പിൽ വിട്ടുകൊടുത്ത് പലായനം ചെയ്യണോ എന്നുള്ളതാണ്. നമ്മുടെ സഹോദരിമാരെ അവരുടെ കാമാർത്തി തീർക്കാൻ വേണ്ടിയിട്ട് എറിഞ്ഞു കൊടുക്കണോ എന്നുള്ളതാണ്. നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങളെ അവരുടെ ക്രൗര്യ കശാപ്പിന് വലിച്ചെറിഞ്ഞു കൊടുക്കണോ എന്നുള്ളതാണ്. അവരുടെ ക്രൂരമായ തേരോട്ടങ്ങൾക്ക് മുമ്പിൽ നമ്മൾ കുനിഞ്ഞു കൊടുക്കണോ എന്നുള്ളതാണ്, കീഴടങ്ങി കൊടുക്കണോ എന്നുള്ളതാണ്. ആ ചോദ്യമാണ് കേരളത്തിലെ ഹിന്ദുവിന്റെ മുമ്പിലുള്ള ചോദ്യം. ബംഗ്ലാദേശികൾ വരേണ്ടതില്ല കേരളത്തിൽ ഒരു അക്രമം നടത്താൻ. നമ്മുടെ ചുറ്റും ബംഗ്ലാദേശികളുണ്ട്. ഭീകരവാദികൾ നമ്മുടെ ചുറ്റുമുണ്ട്. ഇവിടെ കവർച്ച നടക്കുമ്പോഴും ഇവിടെ കൊലയപ്പെടുമ്പോഴും ഒക്കെ പിടിക്കപ്പെടുന്നവർ പലപ്പോഴും ബംഗാളികളാണെന്ന് പറയുന്നവർ പോലീസ് കൃത്യമായി അന്വേഷിക്കുമ്പോഴാണ് അവര് ബംഗ്ലാദേശികളാണെന്ന് മനസ്സിലാവുന്നത്. ഒരു രേഖയുമില്ലാതെ നമ്മുടെ നാട്ടിൽ സുരക്ഷിതമായ പിണറായി ഭരണത്തിന്റെ തണലിൽ ലക്ഷക്കണക്കിന് ബംഗ്ലാദേശികൾ ഇവിടെ വന്നിരിക്കുകയാണ്. അവര് നമ്മുടെ വീട്ടിനടുത്തുണ്ട്, അവര് നമ്മുടെ നാട്ടിലുണ്ട്. അവര് നാളെ ഒരു സിഗ്നൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ നാടിന്റെ അഖണ്ഡതയ്ക്കെതിരായിട്ട്, ഇവിടുത്തെ നിയമ സംവിധാനത്തിനെതിരായിട്ട്, ഇവിടുത്തെ നിരപരാധികൾക്കെതിരായിട്ട് അവർ എവിടെയും ചെയ്യുന്ന കാര്യം ചെയ്യുമ്പോ ആ ചെയ്യുന്ന സമയത്ത് നമ്മൾ പകച്ചു നിന്നിട്ട് അല്ലെങ്കിൽ ഓടിയിട്ട് നേരത്തെ സ്വാമി പറഞ്ഞ പോലെ അത് അവർക്കല്ലേ എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറിയിട്ട് രക്ഷ കിട്ടാൻ പോകുന്നില്ല. അതുകൊണ്ട് ജാഗ്രതയോടുകൂടി എല്ലാ നിലക്കും തയ്യാറെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ നാട്ടിൽ ഭീകരവാദികൾ ചിലരൊക്കെ ഇപ്പൊ പത്തി മടക്കി എന്ന് ചിലരവര് പ്രവർത്തനം നിർത്തി എന്നൊക്കെ പുറമേക്ക് തോന്നുമെങ്കിലും അവർ ഇവിടുത്തെ മതേതര കാവട്ടിക്കാരുടെ പിൻബലത്തോടുകൂടി അതിശക്തമായി രാഷ്ട്രത്തിനെതിരായ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവർക്കൊന്നും പഠിക്കാനില്ല. ഈ ഞായറാഴ്ച കരുനാഗപ്പള്ളിയിൽ വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന ആരാന്നറിയോ? നമ്മളവർക്ക് അൽസരി തങ്ങളാന്നൊക്കെ വിചാരിക്കും. അല്ല, അവിടുത്തെ MLA CR മഹേഷ് തങ്ങളാണ് ഉദ്ഘാടനം ചെയ്തത്. കോൺഗ്രസിന്റെ MLA ആണ്. ആരാ സംഘടിപ്പിക്കുന്നത്? STPM. STPM എന്ന് പറഞ്ഞാൽ പോപ്പുലർ ഫണ്ടാണ്. പോപ്പുലർ ഫണ്ട് സംഘടിപ്പിക്കുന്ന വഖഫ് സംരക്ഷണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് മതേതര കോൺഗ്രസിന്റെ യുവ തുർക്കിയായിട്ടുള്ള മഹേഷ് എന്ന് പറയുന്ന MLA ആണ് എന്നത് പച്ചക്ക് നടക്കുകയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് എന്നാണ് ചോദ്യം. ഞങ്ങളങ്ങ് പച്ചക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവരുടെ പുറകെ കൂടിയാലേ, ഇവരുടെ കാല് പിടിച്ചാലേ വീണ്ടും അസംബ്ലിയിൽ എത്താൻ പറ്റൂ എന്നുള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് ഇറങ്ങുകയാണെന്നാണ്. ഈ രാഷ്ട്രത്തെ തകർക്കാൻ വേണ്ടി വൈദേശിക ശക്തികളുടെ 5ാം പത്തികയായി വിദേശ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രത്തെ തകർക്കാൻ ശ്രമിച്ചതിന്റെ പേരിൽ നമ്മുടെ എല്ലാ ഏജൻസികളുടെയും നോട്ടപ്പുള്ളികളായി അവസാനം നിരോധനം എന്ന സംഘടനയിൽ സംഘടിപ്പിക്കുന്ന സമ്മേളനത്തിൽ മതേതര കോൺഗ്രസിന്റെ MLA മാരൊക്കെ പരസ്യ
പരസ്യമായതും യുവാക്കൾ MLA-മാർ പരസ്യമായി പങ്കെടുക്കുന്നുണ്ടെങ്കിൽ വളരെ അപകടകരമായ നിലയിലേക്ക് കേരളം എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് അർത്ഥം. ജമാഅത്തെ ഇസ്ലാമിക്കും പോപ്പുലർ ഫ്രണ്ടിനുമെല്ലാം വിടുപണി ചെയ്യുന്നവരായി ഇവിടത്തെ ഈ രാഷ്ട്രീയക്കാർ ഇവിടെ ഭരണകൂടം മാറുമ്പോ നമ്മൾ ആരെ വിശ്വസിച്ച്, ആരെ ആശ്രയിച്ച്, ആരെ പ്രതീക്ഷിച്ചാണ് നമുക്ക് നിലകൊള്ളാൻ സാധിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതുകൊണ്ട് ഈ കാര്യം ഗ്രാമാന്തരങ്ങളിൽ വീടാന്തരങ്ങളിൽ എത്തിക്കുക എന്നുള്ളതാണ്. ചെറിയ ചെറിയ കുടുംബ സദസ്സുകൾ വിളിച്ചുകൂട്ടി ഈ കാര്യങ്ങളെ കുറിച്ചുള്ള ബോധവൽക്കരണം നടത്തുക എന്നുള്ളതാണ്. ഓരോ വീടും ജാഗ്രതയുള്ളതായി മാറിയിട്ട് ഈ നാടിനെതിരായിട്ടുള്ള ശക്തികൾ നടത്തുന്ന വിഷലിപ്തമായ ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരായി നമ്മുടെ വീടിനടുത്ത് പോലും വിഷപ്പാമ്പുകളെ പോലെ ഇഴഞ്ഞു വരുന്ന ഭീകരതയുടെ കാളസർപ്പത്തെ തിരിച്ചറിയാൻ വേണ്ടിയുള്ള പ്രവർത്തനം കൊച്ചുകുട്ടിക്ക് പോലും ജാഗ്രത ഉണ്ടാക്കുന്നതിലേക്ക് നമ്മുടെ പ്രവർത്തനം എത്തിക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രതിരോധം. ആ പ്രതിരോധമാണ് ബംഗ്ലാദേശിലുള്ള ഹിന്ദു സഹോദരന്മാരുള്ള ഐക്യദാർഢ്യമായി നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സർക്കാർ, ഭാരത സർക്കാർ ചെയ്യേണ്ടത് അതിശക്തമായി ഹിന്ദു സമൂഹത്തെ, ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാൻ ചെയ്യണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അന്താരാഷ്ട്ര സമൂഹത്തോട് ഒരു അഭ്യർത്ഥനയുണ്ട്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ഉണ്ട്. അതാരാണ്? അതൊരു സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ഒരാളാണ്. സമാധാനത്തിന് നോബൽ സമ്മാനം കിട്ടിയ ആളാണ് ഹിന്ദുക്കളെ കൂട്ടക്കുരു ചെയ്യാൻ വേണ്ടി നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അമ്പലം പൊടിക്കാൻ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അവിടെ വംശഹത്യക്ക് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം നോബൽ സമ്മാനം കമ്മിറ്റ് ചെയ്യേണ്ടത് ആ നോബൽ സമ്മാനം തിരിച്ചെടുക്കുക എന്നുള്ളതാണ്. മര്യാദയുണ്ടെങ്കിൽ ഈ സമ്മാനത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങളോട് അവർക്ക് എന്തെങ്കിലും നീതി കാണിക്കാനുണ്ടെങ്കിൽ ആ നോബൽ സമ്മാനം തിരിച്ചെടുക്കണം. ഈ കുറ്റകൃത്യത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ ഭരണാധികാരിയെ അന്താരാഷ്ട്ര കോടതി വിചാരണ ചെയ്യണം. ബംഗ്ലാദേശിൽ ഈ ക്രൂരമായ നടപടി നടത്തിക്കൊണ്ടിരിക്കുന്ന ജമാഅത്തെ ഇസ്ലാമി ഉൾപ്പെടെയുള്ള സംഘടനകളെ, ഹസീന നിരോധിച്ച സംഘടനകൾ ഇപ്പോൾ തുറന്നുവിട്ടിരിക്കുകയാണ്. എല്ലാവരെയും അവരെ നിരോധിക്കണം. അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം ഉറപ്പുവരുത്തണം. തകർത്ത ആരാധനാലയങ്ങളെല്ലാം പുനർനിർമ്മിക്കണം. നഷ്ടപരിഹാരം നൽകണം. ന്യായമായി ഇത്തരം കാര്യങ്ങളെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ പ്രതിഷേധം അതിശക്തമായി തന്നെ ഉണർന്നു വരേണ്ടതുണ്ട് എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ജാഗരൂകമായ ഒരു സമൂഹത്തിന് മാത്രമേ നിലനിൽക്കാൻ ഭാവിയിൽ അർഹതയുണ്ടാവുകയുള്ളൂ എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു. നമസ്കാരം.